രണ്ടുപേരിൽ ശ്രീ സിബി സത്യൻ, ശ്രീ എം എസ് വേണുഗോപാൽ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ എൻ ശ്രീകുമാർ എന്നിവർ ചേരുകയാണ്. ശ്രീ സിബി സത്യൻ, ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന എക്സിറ്റ് പോൾ ടുഡേസ് ചാണക്യയുടെ കണക്ക് പ്രകാരം BJP 11 സീറ്റുകൾ വരെ നേടാം. 7 അവർ പറയുന്നത്. 11 സീറ്റുകൾ വരെ നേടാം, അതല്ലെങ്കിൽ അത് 3 കുറയുകയും ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള കണക്കുകൾ വരുമ്പോൾ അത് പൊരുത്തക്കേടിന്റെ സൂചനയാണോ നൽകുന്നത്? അതായത് തൂക്കുസഭ വരും എന്നുള്ള രീതിയിലുള്ള കണക്കുകൾ, ഒന്നുകിൽ ഭരണമാറ്റം അല്ലെങ്കിൽ തൂക്കുസഭ, ഇങ്ങനെയായിരിക്കുമോ? അതിൽ തൂക്കുസഭയാണെങ്കിൽ അവിടെ BJP ഒരു ശക്തിയായിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ താങ്കൾക്കുണ്ടോ? മഞ്ജുഷേ, 11 സീറ്റുകൾ BJPക്ക് നേടാൻ കഴിയുമെന്ന് BJP പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ഏറ്റവും സജീവമായ BJP പ്രവർത്തകരോട് സംസാരിച്ചാലോ നേതാക്കളോട് സംസാരിച്ചാലോ ഒന്നും 11 സീറ്റ് പോയിട്ട് അതിന്റെ 7 അയലത്ത് പോലും എത്തുന്ന ഒരു പ്രഡിക്ഷൻ അവരാരും നടത്തുന്നില്ല. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് 5 സീറ്റുകൾ വരെ നേടാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ് എന്നുള്ള തരത്തിലാണ്. കാരണം അതിനപ്പുറത്തേക്ക് നിലവിൽ സ്കോപ്പില്ല. നിലവിൽ ഇപ്പൊ ഏറ്റവും നല്ല ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് എന്നീ തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളും, പിന്നെ മഞ്ചേശ്വരം, പാലക്കാട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് തൃശ്ശൂർ കൂടി ചേർക്കാം എന്ന ഒരവസ്ഥയിലാണ്. 6 എണ്ണം വേണം. കാസർഗോഡാണ് കൂടുതലും പറയുന്നത്. കാസർഗോഡ് അവർ പറയുന്നുണ്ട്, വട്ടിയൂർക്കാവ് അത്ര കണ്ട് പറയുന്നുമില്ല. അപ്പൊ ഇതിനകത്ത് തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അവിടുന്നുള്ള സ്ഥിതിവിവര കണക്കുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു കാരണവശാലും BJP ജയിക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കളുടെ ജില്ലയായ കൊല്ലത്തെ അവിടെ ചാത്തന്നൂരിന്റെ കാര്യം പറയുന്നുണ്ട്. ചാത്തന്നൂരിലൊന്നും ഒരു കാരണവശാലും BJP ജയിക്കുമെന്ന് കൊല്ലത്തെ നേതൃത്വം പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു തവണ ഒരു ഡിസ്റ്റന്റ് സെക്കൻഡ് വന്നതിന്റെ ഒരു സന്തോഷം BJPക്ക് ഉണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാനുള്ള ഒരു സാധ്യതയൊന്നും തീരെ കാണുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുന്നത് വട്ടിയൂർക്കാവിൽ പോലും അത്ര ഒരു കടുത്ത മത്സരം, അതായത് BJPയുടെ നേതൃത്വം പോലും വട്ടിയൂർക്കാവും അത്ര ശക്തമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒബ്വിയസ്ലി നേമം, കഴക്കൂട്ടം ഈ 2 മണ്ഡലങ്ങളാണ് അവരുടെ ഏറ്റവും ഉയർന്ന പ്രതീക്ഷ. മഞ്ചേശ്വരത്തെ കേസെടുത്ത് കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് ഒരു സാധ്യത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു 12,000-ഓളം ഈ മുസ്ലിം ലീഗ് KMCയുടെ ആൾക്കാര് ഗൾഫിൽ നിന്നും ഈ കാലയളവിൽ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത്തവണ ഈ ഗൾഫ് യുദ്ധം കാരണം അത്രയും ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അത് ഒരു 10,000 വോട്ടിന്റെയും റിലീഫ് ആ ഒരു തരത്തിൽ അവർക്ക് ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ മഞ്ചേശ്വരത്ത് ഉണ്ടാവുകയും മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും പിൻവലിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാനുള്ള ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ മഞ്ചേശ്വരത്ത് ഉണ്ടായത് എത്ര കണ്ട് ശ്രീ സുരേന്ദ്രൻ അടുത്ത സോഴ്സുകളിൽ നിന്ന് അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ അങ്ങനെ ഗൾഫിൽ നിന്ന് വോട്ടേഴ്സ് വരാതിരുന്നിട്ടില്ല എന്നാണ്. കാരണം 1,86,000 വോട്ടുകൾ അവിടെ പോൾ ചെയ്തു. അതിൽ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. അത് കൂടുതലുമാണ് പോൾ ചെയ്തത്. അവർ BJP പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഒരു BJP കേന്ദ്രങ്ങൾക്ക് ഗൾഫിലെ ഇൻഫ്ലുവൻസിന്റെ കുറവ് കൊണ്ടുണ്ടായ നേട്ടം അവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് എനിക്ക് തോന്നുന്നു വീണ്ടും ഇതൊരു നേമം, കഴക്കൂട്ടം ചോദ്യചിഹ്നമായിട്ട് മാത്രമായിരിക്കും നിലവിൽ BJPയുടെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അതൊരു അന്തർധാരയുടെ ഫലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നിലവിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം പോലും ഒരു അന്തർധാരയുടെ ഫലമാണ് എന്ന് പൊളിറ്റിക്കൽ വൃത്തങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫലമായിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ BJPക്ക് സീറ്റ് കിട്ടാമെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് ഒരു 3 സീറ്റിൽ കൂടുതൽ BJPക്ക് വരികയാണെങ്കിൽ 0 മുതൽ 3 വരയ്ക്ക് മുകളിലേക്ക് ഒരു നമ്പറിലേക്ക് BJPക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ കൃത്യമായ ഒരു അന്തർധാര ഉണ്ടായി എന്ന് തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അങ്ങനെ അന്തർധാര BJPക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ തിരികെയും അന്തർധാര ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ എക്സിറ്റ് പോളുകളും പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് അത്തരത്തിൽ BJPക്ക് അനുകൂലമായ ഒരു അന്തർധാര 4-5 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷവുമായിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇടതുപക്ഷത്തോട് അന്തർധാര കുറേയധികം മണ്ഡലങ്ങളിൽ BJP ചെയ്യുമല്ലോ. കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശരിയാണ്. അവിടെ BJP ജയിക്കുകയാണെങ്കിൽ ശരിയാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് BJP ജയിക്കുകയാണെങ്കിൽ അവിടെ UDFനാണ് നഷ്ടം. പാലക്കാട് ജയിക്കുകയാണെങ്കിൽ അവിടെയും UDFനാണ് നഷ്ടം. ഇനി എങ്ങാനും കാസർഗോഡ് ജയിക്കുകയാണെങ്കിൽ അവിടെയും UDFനാണ് നഷ്ടം സംഭവിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്ന് നേമത്ത് ജയിക്കുകയാണെങ്കിൽ അവിടെ LDFനാണ് നഷ്ടം. കഴക്കൂട്ടത്ത് ജയിക്കുകയാണെങ്കിൽ അവിടെ സമാസവും വീതിച്ചു പോവുകയല്ലേ ഉള്ളൂ. അല്ല, മറ്റ് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഡിഫറൻസ് മറ്റ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമല്ലോ. ഞാൻ ഈ
BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മറ്റു മണ്ഡലങ്ങൾ 2000, 5000, 8000, 10000 വരെയുള്ള ഡിഫറൻസ് ഉള്ള മണ്ഡലങ്ങളിൽ BJPയുടെ ഒരു 1-2% വോട്ട് മറുപക്ഷത്തേക്ക് മറിയുകയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് റിസൾട്ടിനെ ബാധിക്കും. ശ്രീ എം എസ് വേണുഗോപാൽ, താങ്കൾ എന്താണ് കാണുന്നത്? ഇപ്പോൾ ഈ ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് പർവ്വതീകരിച്ചുള്ള കാര്യങ്ങളായിപ്പോയി എന്ന് തോന്നുന്നു. BJP കേന്ദ്രങ്ങൾ പോലും അത്ര കണ്ട് അതിനെ ആ രീതിയിൽ കണക്ക് കൂട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. BJPക്ക് ഇത്തവണ 5 സീറ്റ് കിട്ടേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞത് 4 സീറ്റെങ്കിലും കിട്ടും. അതായത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, തൃശ്ശൂർ, പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം, ഒരു പക്ഷേ നാട്ടിയം കൂടെ വരുമ്പോൾ വരുന്ന 9-ൽ 5 സീറ്റ് കിട്ടേണ്ടതാണ്. 5 സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അന്തർധാരയല്ല, അടിയൊഴുക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ഇത് അന്തർധാര കൊണ്ട് കിട്ടുന്നതാണ് എന്നാണ്? അല്ല, അന്തർധാര കൊണ്ട് കിട്ടുകയാണെങ്കിൽ 20-ൽ 25-നും ഇടയ്ക്ക് സീറ്റ് BJPക്ക് കിട്ടും. LDF കംഫർട്ടബിൾ മെജോറിറ്റിയിലെത്തും. UDF 40 സീറ്റിൽ ഒതുങ്ങിപ്പോകും. അത് അധികവും മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളുമായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഒരു അന്തർധാര ഇവിടെ ഉണ്ടെങ്കിൽ. അന്തർധാര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാനിതുവരെ പല നേതാക്കളുമായും ബന്ധപ്പെട്ടും പല സ്ഥാനാർത്ഥികളുമായും ബന്ധപ്പെട്ടും മനസ്സിലായുള്ളത്. പിന്നെ ചെറിയ മത്സരം സ്ട്രെയിറ്റ് ആണെങ്കിൽ 5 സീറ്റുകളാണ് താങ്കൾ പറയുന്നത്. 4 സീറ്റ് ഉറപ്പാണ്. അത് തിരുവനന്തപുരത്ത് തന്നെ 3 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവ് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? വട്ടിയൂർക്കാവ് ഞാൻ പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. മുരളീധരൻ UDFൻ്റെ വോട്ട് ശക്തമായി പിടിക്കുകയും VK പ്രശാന്ത് CPMൻ്റെ വോട്ടുകൾ ശക്തമായി, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ശക്തമായി പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ BJPക്ക് അവിടെയുള്ള വോട്ട് ധാരാളം മതി ശ്രീരേഖയെ ജയിപ്പിക്കാൻ. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിലെവിടെയെങ്കിലും ഒരു മാറിച്ചെയ്യൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ BJPക്ക് തീർച്ചയായിട്ടും ഈ തവണ ഒരു 10 സീറ്റ് വരെ കിട്ടേണ്ടതാണ്. പക്ഷേ പലയിടത്തും ന്യൂനപക്ഷങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ വിജയിക്കുന്നതനുസരിച്ച് പലയിടത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ 1, 3 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അതിൽ കാസർഗോഡിൻ്റെ കാര്യം പറയുമ്പോൾ അത് പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലുള്ള നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഈ മഞ്ചേശ്വരത്തെക്കാളും BJPക്ക് സാധ്യത കാസർഗോഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ജയിക്കുമെന്നല്ല അശ്വിനി നല്ല കാൻഡിഡേറ്റ് ആണ്. അത് മാത്രമല്ല, അവിടെ മുസ്ലിം കൺസോളിഡേഷൻ ചിലപ്പോൾ ഫലിക്കില്ല, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ചിതറിപ്പോകുമെന്നാണ്. കാരണം LDFന്റെ സ്ഥാനാർത്ഥിയും ശക്തനാണ്, ഷാനവാസ് പാടൂർ. അദ്ദേഹം INLന്റെ സ്ഥാനാർത്ഥിയല്ല, LDFന്റെ സ്വതന്ത്രനാണ്. നേരത്തെ INL സ്ഥാനാർത്ഥികൾ ആയിരുന്ന സമയത്ത് 30,000-ലും താഴെ വോട്ടുകൾ മാത്രമേ LDFന് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. 2011 മുതൽ അതേ രീതിയിൽ തന്നെയാണ്. വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റമില്ല. ഒരു തവണ എനിക്ക് തോന്നുന്നു 2011-ലാണെന്ന് തോന്നുന്നു 20,000-ലും താഴെ വോട്ടുകളായിരുന്നു LDFന് കിട്ടിയത്. ആ സമയത്തെല്ലാം BJP രണ്ടാമതായിരുന്നു. അല്ല, അവിടെ അപ്പോൾ അശ്വനിക്കുള്ള സാധ്യത സുരേന്ദ്രനുള്ള സാധ്യതയേക്കാൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർ ഉറപ്പിക്കുന്നില്ല. അല്ല, അതിന് സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേന്ദ്രന് സാധ്യത ഉണ്ടെങ്കിൽ സുരേന്ദ്രനാണ് അവിടെ ഒന്നാമത് വരിക. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്ന് വന്ന് വോട്ട് ചെയ്തവരുടെ എണ്ണമൊന്നും വലുതായിട്ട് കുറഞ്ഞിട്ടില്ല. പിന്നെ സംശയമുള്ള SDP ആണ്. SDPയുടെ വോട്ടുകൾ ഒരു 5000 ഉള്ളതിൽ ഒരു 3000-ഓളം വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് പോകുമെന്നും 2000-ന് ചിലപ്പോൾ UDFന് കിട്ടിയേക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ പിന്നെ അതുപോലെ മഞ്ചേശ്വരത്ത് SDPIക്ക് അഷറഫിനെതിരെയുള്ള ഒരു നിലപാടെടുക്കാൻ, അഷറഫിനെ തോപ്പിക്കണം എന്നുള്ളതാണ് SDPയുടെ എന്ന ഒരു ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് FCRA വലിയൊരു ഘടകമായി വന്നിട്ടുണ്ടെന്നാണ് 2020-യുടെ പല നേതാക്കളും പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാണിച്ച മിടുക്ക് കേരളത്തിൽ ഇത്തവണ ഈ നിർത്തിയ സ്ഥാനാർത്ഥികളിൽ പലരുടെയും കാര്യത്തിൽ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഈ ശ്രീധരനെ പോലെ ഉള്ള പല സ്ഥാനാർത്ഥികളെയും വേണമെങ്കിൽ BJPക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അവർ അത് ഉപയോഗിച്ചില്ല. കാരണം ഞാൻ ഉപയോഗിച്ചാലുള്ള ഗുണം എന്തെന്നറിയാമോ? 40,000, 42,000 ഒക്കെ വോട്ടുള്ള ചില മണ്ഡലങ്ങളിൽ പ്രമുഖരായ ഒരു 4-5 സ്ഥാനാർത്ഥികളെ അത്തരത്തിൽ നിർത്തിയിരുന്നെങ്കിൽ ഒരു 10% വോട്ട് നിഷ്പക്ഷരുടേതും കൂടെ കിട്ടും. അപ്പോൾ നിഷ്പക്ഷര 10% എന്ന് പറഞ്ഞാൽ 15,000 വോട്ടാണ്. അപ്പോൾ ഒരു 55,000 വോട്ട് വരെ 55,000-56,000 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ VIP BJP സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ കഴിയുമായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2020-യുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ട് ഫ്ലോപ്പായിരുന്നു, അട്ടർ ഫ്ലോപ്പായിരുന്നു. അതാണ് അവർക്ക് വന്നിരിക്കുന്ന വേറൊരു
പിന്നെ പ്രധാനപ്പെട്ട കാര്യം. ഈ കുന്നത്തുനാട് 2020 സാന്നിധ്യം അത് LDFന്റെ വീഴ്ചയിലേക്ക് വരും എന്നാണ് തോന്നുന്നത് കേട്ടോ. അവിടെ UDF സ്ഥാനാർത്ഥിക്കാണ് ജയസാധ്യത കൂടുതൽ. അത് മാത്രമല്ല തോൽവി സമ്മതിച്ച പോലെയാണ് അവിടെ ശ്രീനിജിന്റെ വാക്കുകൾ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, LDF നിർത്തിയ ഈ 2020 നിർത്തിയ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? സ്വന്തമായി വോട്ടുണ്ടോയെന്നറിയാൻ പോലും പാടില്ലാത്ത കുറേ ആൾക്കാരല്ലേ അവർ നിർത്തിയത്. പിന്നീട് അത് വേണ്ടി വേറെ കുറച്ച് പേരെ നിർത്തി. ഇത് കാൾ ഷീറ്റ് കൊടുക്കുന്ന പോലെ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ എവിടെയാണ് ജയിക്കാൻ പോകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. 2020 ആണെങ്കിൽ അത് BJP കിട്ടുന്ന സീറ്റുകൾ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും മാത്രം കൗണ്ട് ചെയ്താൽ അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് 11 വന്നേക്കുന്നത് ചിലപ്പോൾ NDAയുടെ സീറ്റ് എന്ന രീതിയിലായിരിക്കും കേട്ടോ. ഈ ടുഡേസ് ചാണക്യയുടെ ഒക്കെ വന്നിരിക്കുന്നത് NDAയുടെയും കൂടെ ചേർത്ത് അതായത് 2020 കുന്നത്തൂരൊക്കെ ജയിക്കാമെന്നുള്ള വിചാരിച്ചായിരിക്കാം അത് വന്നിട്ടുള്ളത്. അത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2020 സ്ഥാനാർത്ഥികൾ പലരും കുന്നത്തനാട് NDAയുടെ സ്ഥാനാർത്ഥികളിൽ പലരും നിർത്തേണ്ടിടത്തല്ല നിർത്തി. ഇപ്പോൾ ഞാൻ നമ്മുടെ മാരാറുണ്ടല്ലോ, നമ്മുടെ അഖിൽ മാരാർ, പുള്ളിക്കാരന് തൃക്കാക്കരയ്ക്ക് പകരം തൃപ്പൂണിത്തറ കൊടുത്തിരുന്നെങ്കിൽ എന്തൊരു വലിയ ഫൈറ്റ് ഉണ്ടാകുമായിരുന്നു. അതിന് പകരം തൃക്കാക്കരയാണ് കൊടുത്തത്. ഇത് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. ആ അബദ്ധങ്ങളെല്ലാം അതിബുദ്ധിയാണോ അതോ ഇനി എന്താണ് ഇതിനകത്ത് നടന്നിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല. അന്തർധാരയാണോ എന്നറിയാൻ വയ്യല്ലേ? അന്തർധാര, അതെ. പിന്നെ 2020 ചില അന്തർധാരകളൊക്കെ ഉണ്ടായിക്കൂടായില്ല. കാരണം 2020 നമ്മൾ വിചാരിക്കുന്ന പോലല്ല, സാബു ജേക്കബ് നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അദ്ദേഹം പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ പലപ്പോഴും പല രീതിയിൽ മാറിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPയും 2020 തമ്മിൽ നടന്ന ആ ഒരു ഐക്യം ഒരുപക്ഷെ വേണ്ട രീതിയിൽ ഫലവത്താക്കാൻ പറ്റിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞിട്ടില്ല, NDAക്ക് കഴിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ റീതിങ്കിങ്ങിന് വരെ രണ്ടുപേരും തയ്യാറായിക്കൂടായില്ല എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്നത്. ഈ തൂക്കുസഭ അല്ല, ഭരണമാറ്റമോ തൂക്കുസഭയോ ഇതിലൊന്നും സംഭവിക്കും എന്നാണല്ലോ. അല്ലാതെ ഭരണ തുടർച്ച അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. ഈ ഭരണമാറ്റമല്ല, തൂക്കുസഭയാണെങ്കിൽ അത് LDFനെയും സന്തോഷിപ്പിക്കുന്ന ഒന്നായിരിക്കും. പക്ഷെ അവിടെ BJPക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടിയേക്കാം അങ്ങനെ വരികയാണെങ്കിൽ, അല്ലേ? നോക്കൂ ശ്രീ മഞ്ജുഷേ, ഈ തൂക്കുസഭ എന്നുള്ളത് സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിന് ഒട്ടും യോജിച്ച ഒരു വിശേഷണമേ അല്ല. കാരണം ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരത്തില് BJP ഒരു സാന്നിധ്യമാണെന്നുള്ളത് ശരിയാണ്. അവര് 3-4 സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായത്തില് നിരീക്ഷണത്തില് അവർക്കൊരു സീറ്റും കിട്ടാനുള്ള സാധ്യതയില്ല. നിയമമാണ് അവർ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട്. പക്ഷെ നേതൃത്വം അങ്ങനെ ഒരു സീറ്റ് കിട്ടും എന്ന് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് കേരളത്തിലെ പൊതുവികാരം എന്താണ് മഞ്ജുഷ, അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പൊതുവികാരം എന്ന് പറയുന്നത് ഭരണം മാറണം. ഭരണം മാറണം എന്ന് പറയുമ്പോൾ അടുത്ത ഭരണം വരേണ്ടത് BJPയുടേതല്ല, അത് UDFന്റേതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇപ്പൊ പറയുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമുണ്ട്. കുറച്ചു കാലമായി ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷങ്ങൾ എല്ലാവരും കൂടെ ഏകീകരിച്ച് അത് UDFന് അനുകൂലമായിട്ട് വരുന്നു. അപ്പൊ ഈ ഭൂരിപക്ഷത്തില് കോൺഗ്രസും മറ്റുള്ളവരാരും ഇല്ലേ? അപ്പൊ ഭൂരിപക്ഷത്തിന്റെ ഏകീകരണമൊന്നും ഇല്ലേ? അപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾ എന്നും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ്. LDF അധികാരത്തിലെത്തിയ അപ്പൊ പറയും ന്യൂനപക്ഷങ്ങളെല്ലാം ഒന്നടങ്കം LDFിലേക്ക് പോയി. കോൺഗ്രസ് ലോക്സഭ ജയിച്ച അപ്പൊ പറയും. അത് ഉള്ളതാണല്ലോ കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ, അത് ഉള്ളത് തന്നെയാണല്ലോ ശ്രീകുമാർ. അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുള്ളതാണ്. കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു കേട്ടെ, നിങ്ങൾ എല്ലാവരുടെ ബഹളം വയ്ക്കില്ല, ഞാൻ പറഞ്ഞു കേട്ടെ. അപ്പൊ ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റിനെ മാറ്റണം എന്നുള്ള ഒരു വിഷയം വരുമ്പോഴേ അവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ ഒരേ തരത്തിലാണ് ആ ജയിക്കുന്ന മുന്നണിയെ പിന്താങ്ങുക. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ശബരിമല വിഷയം വന്നല്ലോ. ശബരിമല വിഷയം വന്നപ്പോൾ അത് ഡിസംബറിൽ നമ്മൾ വ്യക്തമായതാണ്. കാരണം ശബരിമല വിഷയത്തിൽ കോൺഗ്രസിൽ ഒരുപാട് പേരിങ്ങനെ കോൺഗ്രസിനെതിരായിട്ട് സോണിയാഗാന്ധിയുടെ പേരടക്കം വലിച്ചഴിച്ചൊക്കെ കൊണ്ടുവന്നല്ലോ. അവസാനം ഡിസംബറിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസും UDFും തൂത്തുവാരി, ഏതാണ്ട് തൂത്തുവാരി എന്ന് തന്നെ പറയാം. 6 കോർപ്പറേഷനിൽ 4 കോൺഗ്രസ് കരസ്ഥമാക്കി, 1 BJPക്കും കിട്ടി, 1 CPMും കൊണ്ടുപോയി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഈ ന്യൂനപക്ഷ ധ്രുവീകരണം, ന്യൂനപക്ഷ ഏകീകരണം എന്നൊക്കെ പറയുന്നത് അത് എല്ലാ കാലത്തും നമ്മൾ ആവശ്യത്തിന് പ്രയോഗിക്കുന്ന ഒരു വിശേഷണമാണ്. അത് ശരിയല്ല സത്യത്തില്. കാരണം ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവർക്കൊക്കെ അവരുടേതായ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്നേ. നിങ്ങൾ പൊതുജനങ്ങളായിട്ട് അവരെ കാണുക, വോട്ടർമാരായിട്ട് കാണുക, അത് ആ രീതിയിൽ കാണൂ. അപ്പൊ NSS, SNDPയും ഒക്കെ ഇവിടെ തോന്നുന്നില്ല കോൺഗ്രസും UDFും എപ്പോഴും അവരെ വോട്ടർമാരായിട്ട് മാത്രമാണ് കാണുന്നത് എന്ന് കേട്ടോ. അത് ന്യൂനപക്ഷ ഏകീകരണം കോൺഗ്രസും ആഗ്രഹിക്കുന്നതാണ്, അവർ അതിനുവേണ്ടി പണിയെടുക്കുന്നതാണ്. അല്ല, നമ്മളെ മനുഷ്യ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരുപാട് നിരീക്ഷണങ്ങളൊക്കെ തെറ്റായി വരികയാണ്. കാരണം വെച്ചാൽ കാലം മാറി.
ഈ പഴയ കാലത്തെ പോലെയുള്ള ഈ നമ്മുടെ പുതിയ തലമുറയെ കൂടി നിങ്ങൾ കണക്കിലെടുക്കണം. ഇപ്പൊ 18 വയസ്സായ ഒരാൾക്ക് അയാൾ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് പോലും അറിയാൻ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ മാറ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ശക്തമായിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇപ്പൊ മഞ്ചേശ്വരത്തെ കുറിച്ച് പറയുമ്പോൾ അത് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുന്നത്. എത്ര മുസ്ലിം വോട്ടുകൾ അവിടെ വീണിട്ടുണ്ട്, എത്ര ഹിന്ദു വോട്ടുകൾ വീണിട്ടുണ്ട് എന്ന്. ഞാൻ പല നേതാക്കളുമായിട്ട് സംസാരിച്ചു. അവർ പറയുന്നത് 1 ലക്ഷം മുസ്ലിം വോട്ടുകളും 82,000 ഹിന്ദു വോട്ടുകളും 4,500 ക്രൈസ്തവ വോട്ടുകളും വീണിട്ടുണ്ട് എന്നാണ് മഞ്ചേശ്വരത്ത്. അത് വെച്ചാണ് BJPക്ക് സുരേന്ദ്രന്റെ പ്രതീക്ഷ ഒരു അസ്തമിച്ച മട്ടാണ് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും വരുന്നത്. ഉള്ളിലെ മറ്റേ CPM-കാരുണ്ട്, BJP-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, RSP-കാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. എന്താ സംശയം അതില്? ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിം ലീഗുകാരില്ലേ? അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, മറ്റ് വിപ്ലവ പാർട്ടികളുടെ ആളുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 10 വർഷം ഒരു ഗവൺമെന്റ് ഭരിച്ചു. ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് നമ്മൾ കാണുമ്പോഴേ അത് പൊതുജന വോട്ടായിട്ട് കണക്കാക്കാൻ ഞാൻ തയ്യാറുള്ളൂ. നിങ്ങൾ എങ്ങനെ വേണേ കണക്കാക്കി. പക്ഷേ നിയമത്തിന്റെ കാര്യത്തിൽ അപ്പോൾ വിയോജിക്കേണ്ടി വരും കേട്ടോ. അവിടെ ഭരണവിരുദ്ധ വികാരമാണ് പ്രകടമാവുന്നതെങ്കിൽ UDF ജയിക്കേണ്ടതാണ്. പക്ഷെ നിലവിലെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. അവിടെ ഒന്നുകിൽ LDF അല്ലെങ്കിൽ BJP അങ്ങനെ വരികയുള്ളൂ. അല്ല, അങ്ങനെ വരികയുള്ളൂ എന്നുള്ളത് നമ്മൾ ഇതുവരെയുള്ള ചിന്ത നമ്മുടെ അങ്ങനെയാണ്. നിയമത്തെ കേരളാരെ ജയിച്ച മണ്ഡലമാണ് നിയമം എന്ന് ആലോചിക്കുക. UDF ഒരു സാധ്യതയും ഇല്ലാത്ത മണ്ഡലമാണ്. UDF നേതാക്കളുമായിട്ട് പലരോടും സംസാരിച്ചു. അവർ തിരുവനന്തപുരത്ത് വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ് നേമം. അവർ വിജയ സാധ്യത കാണുന്ന നിയമം ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ്. കരുണാകരൻ ജയിച്ച നിയമമല്ല ഇപ്പോഴത്തെ നിയമം. അത് എല്ലാം മാറിപ്പോയി. നിങ്ങൾക്ക് BJP വിജയിപ്പിച്ചോളൂ. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോ 10-20 സീറ്റ് ഞാൻ പറയട്ടെ, ഒരു 1-2 സീറ്റ്. ഞാൻ വട്ടിയൂർക്കാവിന്റെ കാര്യം പറഞ്ഞുവല്ലോ ബുദ്ധിമുട്ടാണെന്ന്. മഞ്ചേശ്വരത്തിന്റെ കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, നേമത്ത് BJP ജയിക്കുന്ന അവർ കണക്ക് കൂട്ടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ഉദ്ദേശിക്കുന്നൊന്നുമല്ല. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ മത്സരിച്ചു. നഗരപ്രദേശമായി ഏതാണ്ടൊക്കെ കിടക്കുന്ന നേമം പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖരന് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടി. ശശി തരൂർ ജയിച്ചത് പുറത്തുള്ള മറ്റുള്ള എന്താ പറയുക ഈ കടലോര മേഖലയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വോട്ടുകൾ കൊണ്ടാണ്, 10-16 വോട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നഗരപ്രദേശങ്ങളിൽ BJPക്കുള്ള സ്വാധീനം കൊണ്ട് അവർ കോർപ്പറേഷനിൽ ഒറ്റക്കക്ഷിയായിട്ട് മാറി. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണരുത്. അല്ല, അങ്ങനെ കാണുകയാണെങ്കിൽ വളരെ അനായാസം BJP ജയിക്കും. നേമവും വട്ടിയൂർക്കാവും അതുപോലെ തന്നെ കഴക്കൂട്ടവും അങ്ങനെ കാണുന്നില്ല. ഓരോന്നും പ്രത്യേകം തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വട്ടിയൂർക്കാവ് സാധ്യത കുറവാണ്, നേമവും കഴക്കൂട്ടവുമാണ് സാധ്യത കൂടുതലെന്ന്. മഞ്ജുഷേ, നമ്മൾ ഈ മറ്റന്നാൾ നടക്കുന്ന ഫലത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ വാശി പിടിക്കേണ്ടതല്ല. ഞാനൊരു പൊതു നിഗമനമാണ് പറയണത്. ഞാൻ പറഞ്ഞ നിഗമനമാണ്. നിഗമനം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പുറമേ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ടാണ്. അല്ലാതെ ഒരാള് ഞാൻ ആർക്കാ വോട്ട് ചെയ്യുന്നുള്ള ഞാൻ പറയാത്തത്തോളം കാലം നിങ്ങൾക്ക് അറിയില്ല. പിന്നെ വെറുതെ നമ്മൾ അതിൽ പിടിച്ചാൽ ചർച്ച ചെയ്യാനില്ല. ഞാൻ പറയുന്നത് പൊതുവായിട്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? അതായത് ന്യൂനപക്ഷങ്ങളെല്ലാം കോൺഗ്രസിന്റെ UDFന്റെ ഒപ്പം പോയി. അപ്പൊ ഭൂരിപക്ഷം എല്ലാം CPMന്റെ ഒപ്പം പോയോ BJPക്കൊപ്പം പോയോ? BJPക്കൊപ്പം ഭൂരിപക്ഷം പോകുന്നില്ല കേരളത്തില്. അതാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഡിസംബറിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കണ്ടത് ഭൂരിപക്ഷത്തിന്റെ തീരുമാനം UDFന്റെ ഒപ്പമാണെന്ന്. അതാണ് ഞാൻ പറയുന്നത്. അതിനടിസ്ഥാനം എനിക്കുള്ളത് തെരഞ്ഞെടുപ്പ് വിജയങ്ങളാണ്. മറിച്ചൊരു വിജയം BJPക്ക് ഉണ്ടെങ്കിൽ ശരി, ഓക്കെ. ഇല്ല, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ തൃശ്ശൂർ മാത്രം പറയാം. നമ്മുടെ ഇപ്പൊ ശ്രീ വേണുഗോപാൽ പറഞ്ഞല്ലോ തൃശ്ശൂരിലെ നാട്ടികയൊക്കെ, അദ്ദേഹം എങ്ങനെയാ നാട്ടിക കണക്കൂട്ടിയെന്ന് എനിക്കറിയില്ല. അവര് പോലും കൂട്ടിയിട്ടില്ല. മണലൂരാണ് അവരുടെ കണക്കൂട്ടിലും മണലൂരാണ്. അവര് നാട്ടിക കൂട്ടിയിട്ടില്ല. കാരണം നാട്ടികയിലത്തെ MLA ആയിരുന്ന മുകുന്ദൻ CPI-കാരൻ രാജിവെച്ച് BJP ചേർന്ന് മത്സരിച്ചതാണ്. അവിടെ 3-ാം സ്ഥാനത്തേ പോകുള്ള സംശയമില്ലാത്ത കാര്യം. അതവിടെ നിൽക്കട്ടെ. മണലൂർ എങ്ങനെയാണ്? മണലൂർ സാധ്യത എന്താണോ? എങ്ങനെയാണ്? ത്രികോണ മത്സരമാണോ? മണലൂരാണ് സാധാരണയായിട്ട് കണക്ക് കൂട്ടുന്നത്. മണലൂരാണ്. അപ്പൊ മണലൂർ കണക്ക് കൂട്ടാൻ കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മുടെ AN രാധാകൃഷ്ണൻ മത്സരിച്ച കാലത്ത് അവിടെ കുറച്ച് വോട്ടുകൾ അവർക്ക് കിട്ടിയിരുന്നു. 3-ാം സ്ഥാനത്ത് തന്നെയാണ്. എന്നാലും കുറച്ച് വോട്ടൊക്കെ പിടിക്കാൻ പറ്റി. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് അവർ ഈ മണലൂരിനെ കുറിച്ച് പറയുന്നത്.
നേരെ മറിച്ച് തൃശ്ശൂരിലേക്കൊക്കെ വരുമ്പം തൃശ്ശൂരിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. തൃശ്ശൂർ കോർപ്പറേഷനിൽ തന്നെ 56 വാർഡുകളിലെ 33 വാർഡും പ്ലസ് 2 വിമതരായിട്ട് മത്സരിച്ച കോൺഗ്രസ് ചേർന്ന് 36 വാർഡുകള് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു വന്ന തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ ഉൾപ്പെടുന്ന സ്ഥലത്ത് BJPക്ക് കഴിഞ്ഞ തവണ 6 ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ 8 ഡിവിഷൻ വന്നു. അതിൽ 7 ഡിവിഷനുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഒന്ന് അവര് ടോസ് ഇട്ട് നേടിയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാല് അവിടെ BJP വളർന്നിട്ടില്ല. ഇവിടെയും തൃശ്ശൂര് വളർന്നിട്ടില്ല. ക്ഷേത്ര നഗരി എന്ന് അവർ പറയുന്നതാണ് BJP പറയുന്ന സ്ഥലമാണത്. അവർ വളർന്നിട്ടില്ല. 6ൽ നിൽക്കുകയാണ് അവർ. 7ൽ നിൽക്കുക. 6ൽ നിന്നവർ 8ലേക്ക് എത്തിയത് ഒന്ന് നറുക്കിട്ടെടുത്തതാണ്. അപ്പൊ അതുപോലെ തിരുവനന്തപുരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ തിരുവനന്തപുരം എങ്ങനെ BJPക്ക് കിട്ടിയത്? അവിടെ ഭരിച്ച CPMന്റെ നഗരസഭാ ഭരണത്തോടുള്ള ജനവികാരം, ആ ഭരണത്തോടുള്ള എതിർപ്പ്, അതാണ് അവിടെ BJPക്ക് കിട്ടിയത്. കൈ കൊണ്ട് കൊടുത്തു. നമ്മളെ എത്രയോ ചർച്ച ചെയ്തിരിക്കുന്നു. CPM ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കൊണ്ട് തിരുവനന്തപുരത്ത് ഭരണം നടത്തി, എന്നിട്ട് അവസാനത്തെ BJPക്ക് കൊണ്ട് കൊടുത്തു നമ്മൾ പറയുന്നില്ലേ? അതിന്റെ കാരണം BJPക്ക് നഗരപ്രദേശങ്ങളിൽ ശക്തിയുള്ളതുകൊണ്ടാണ്. അവർക്ക് ജില്ലാ പഞ്ചായത്തിലൊക്കെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് എനിക്ക് വന്ന കാസർഗോഡാന്ന് തോന്നുന്നു. ഇത്തവണ കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിലും BJPക്ക് ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുപോലെ തന്നെ പഞ്ചായത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും അവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബലത്തിൽ നിന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. പിന്നെ നമ്മൾ വെറുതെ ന്യൂനപക്ഷങ്ങളെല്ലാം കോൺഗ്രസിന്റെ ഒപ്പം പോയി എന്ന് പറഞ്ഞാൽ ഈ NSS SNDP ഇപ്പൊ ഞാൻ പറയാം BDJS ഭൂരിപക്ഷമുള്ള ഈഴവ സമുദായത്തെ കൂടി പ്രതികരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന BJPക്കൊപ്പം ഉണ്ടായിട്ട് പോലും അവർക്ക് അവിടെ കൃത്യമായ ഒരു ഈഴവ പിന്തുണ കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മുടെ മുകളിലെ അത് നമ്മൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഈഴവ പിന്തുണ കിട്ടുന്നില്ല BJPക്ക് BDJS ഉണ്ടായാലും എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ന്യൂനപക്ഷ ഏകീകരണം സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അത് അവിടെ നമ്മൾ മതം നോക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഒരു ന്യൂനപക്ഷ ഏകീകരണം സംഭവിക്കുന്നുണ്ട്. ശ്രീ രാഹുൽ, താങ്കൾ പറഞ്ഞിരുന്നു N. ശ്രീകുമാർ സാർ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നതെന്ന്. എന്താണ് താങ്കൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നാൻ? ശ്രീ N. ശ്രീകുമാർ സാറിന് എന്റെ രാഷ്ട്രീയ അറിവിന്റെ 10,000 ഇരട്ടി അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങളെല്ലാം ആഴത്തിൽ അറിയാം. പക്ഷെ എല്ലാ നല്ല കോൺഗ്രസ്സുകാരെ പോലെ അദ്ദേഹം ഒരു നെഹ്റൂവിയൻ മതേതര ലൈൻ പിടിക്കുകയാണ്. ഞാൻ 2 പോയിന്റുകളിൽ സത്യമായിട്ട് പറയാം. അദ്ദേഹത്തിന്റെ 10,000-ലൊന്ന് അറിവുള്ള ഞാൻ പക്ഷേ 100% സത്യസന്ധമായിട്ട് പറയാം. കേരളത്തിൽ 3 പ്രധാനപ്പെട്ട വോട്ടിംഗ് ബ്ലോക്കുകളുണ്ട്. ഈ കാവി സൂചിപ്പിക്കുന്നത്, കുങ്കുമനിറ സൂചിപ്പിക്കുന്ന ഹിന്ദുക്കളെയാണ് 54%. ഈ പച്ച സൂചിപ്പിക്കുന്ന മുസ്ലിങ്ങളെയാണ് 27 മുതൽ 29%. ഈ വെള്ള സൂചിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് 18%. നമ്മുടെ കൊടി പോലെ ഇന്ത്യയിൽ കൃത്യമായി ഈ 3 സമുദായങ്ങളുണ്ട്. ഇനിയും ഹിന്ദു സമുദായത്തിനുള്ളിൽ തന്നെ ഏകദേശം 15%-ഓളമാണ് സവർണ ഹിന്ദു, നായർ അടങ്ങുന്ന സവർണ ഹിന്ദു സമൂഹം. ഏകദേശം 26-28%-ആണ് OBC-കൾ പ്രധാനമായി അടങ്ങുന്ന ഈഴവ സമൂഹം. അതിനോടൊപ്പം മറ്റ് ഒരു വിശ്വകർമ്മ സമൂഹങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഈഴവ സമൂഹമാണ്. പിന്നീട് നമ്മുടെ SC/ST സമൂഹങ്ങളുണ്ട്. കേരളത്തിന്റെ കണക്കെടുത്താൽ ഏകദേശം 1,90,00,000 ഹിന്ദുക്കൾ, 1 കോടി മുസ്ലിങ്ങൾ, ഏകദേശം 70 ലക്ഷം ക്രിസ്ത്യാനികൾ. ഇങ്ങനെയാണ് കണക്ക്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരനും, ഞാനിത് ബ്രോഡായിട്ട് പറയുന്നെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വഹിച്ച് തിരിച്ച് കണക്കുകൾ അറിയാം. ഈ കണക്കുകളും കൂടി വെച്ചിട്ടാണ് ഈ ആൾക്കാരെ എല്ലാം നിയമിക്കുന്നത്. ഇതിനെ ബാലൻസ് ചെയ്യുന്നതാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ചെയ്തത്. പുള്ളി ഇന്നത്തെ മാത്രമല്ല അന്നത്തെ കാലത്തും ഈ വ്യത്യസ്ത കമ്മ്യൂണിറ്റീസിനെ മതസൗഹാർദ്ദത്തിലൂടെ ഒന്നിച്ച് ചേർത്താണ് പോകുന്നത്. ഇനി നിയമത്തെ സ്പെസിഫിക് കണക്കുകൾ പറയാം. നിയമം ഏകദേശം 2021 കണക്ക് ഏകദേശം നിയമത്ത് 2,04,718 വോട്ടുകൾ ഉണ്ടെന്നാണ് എസ്റ്റിമേഷൻ പറയുന്നത്. അതിൽ നായർ സമുദായം 35%-ഓളം ഉണ്ട്. 70,000 മുതൽ 72,000 വരെ വോട്ടുകൾ. ഇതാണ് അതിന്റെ എസ്റ്റിമേഷൻ. അത് കുറഞ്ഞു രാഹുലെ. 2026 ഇത്തവണ വന്നപ്പോൾ നേമത്ത് വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. അത് തിരുവനന്തപുരത്തെ ഒരു പ്രത്യേകതയാണല്ലോ. നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലാണ് ഏറ്റവും കുറഞ്ഞത്. 50,000-ഓളം വോട്ടുകൾ തിരുവനന്തപുരം സെൻട്രലിൽ മാത്രം SIR-ന് ശേഷം. അതെ, സംസ്ഥാനത്തിന് മറ്റു പല വിഭാഗങ്ങളിലും വോട്ടർമാരുടെ എണ്ണം കൂടിയപ്പോൾ എറണാകുളം മണ്ഡലത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഈ നഗരപ്രദേശങ്ങളിലും വോട്ടുകൾ കുറയുകയായിരുന്നു. നേമത്തും ഞാൻ പുതിയ കണക്കുകൾ 2021 കണക്കുകൾ വെച്ചാ പറയുന്നത്. കാര്യം ബാക്കി കണക്കുകളുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇതിൽ ഏകദേശം നായർ സമുദായം 35-35%
മുസ്ലിം സഹോദരങ്ങൾ ഏകദേശം 15-16%. നാടാർ സമുദായത്തിന് നല്ല റെപ്രസെന്റേഷൻ ഉണ്ട്, 14-16% ഉണ്ട്. ഈഴവ, തീയ അടക്കമുള്ള OBC ബ്ലോക്കുകൾ 10 മുതൽ 15% വരെയാണ്. SC വോട്ടർമാർ ഏകദേശം 7 മുതൽ 9 അല്ലെങ്കിൽ 10% വരെയുണ്ട്. ഇനി ചില ക്രിസ്ത്യൻ സമുദായമുണ്ട്, നാടാർ ക്രിസ്ത്യാനികളല്ലാത്ത 4 മുതൽ 7%. പിന്നെ ബാക്കിയുള്ളവർ ഇവരെല്ലാം ജാതിയുടെയും മതത്തിന്റെയും ബേസിലൊന്നുമല്ല വോട്ട് ചെയ്യുന്നത്. വലിയൊരു മതേതര വോട്ടുകൾ കേരളത്തിലുണ്ട്, അത് നമ്മുടെ അഭിമാനം തന്നെയാണ്. പക്ഷേ വലിയൊരു ശതമാനം സമുദായം, സ്വത്വം ഇതൊക്കെ നോക്കി കൂടിയാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശ്വപൗരനായ ശ്രീ ശശി തരൂർ സാറിനെ എറണാകുളത്തോ മലപ്പുറത്തോ കൊണ്ട് നിർത്താത്തത്. ശശി തരൂർ സാറ് വിശ്വനായരാണ്, പക്ഷേ തിരുവനന്തപുരത്ത് നിൽക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ലത്. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർജി വേഴ്സസ് ശ്രീ ശശി തരൂറിന്റെ ഫൈറ്റ് വരുന്നത്. പണ്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, ചാൾസ് നാടാർ സാറായിരുന്നു. ചാൾസ് സാറായിരുന്നു 3 തവണ. കാര്യം നായർ നാടാർ ഡോമിനേഷൻ ഉള്ളതാണ്. അപ്പം BJPയുടെ പ്രധാന സ്പേസ് എന്താണ്? BJP പണ്ട് ബ്രാഹ്മണരായിരുന്നു BJPക്ക് കൂടുതൽ വോട്ട് ചെയ്യുന്നത്. നമ്മുടെ അഗ്രഹാരങ്ങളിൽ നിന്നും മറ്റുമുള്ള വളരെ ചെറിയ ശതമാനം വോട്ടുകളേ ഉള്ളൂ. ഞങ്ങൾ ബ്രാഹ്മണരെല്ലാം കൂടെ നോക്കിയാൽ കേരളത്തിൽ 1%, ശരിക്കും 1%, 1.5% ഉള്ളൂ. നമ്മൾ വെളിയിൽ 3% എന്ന് പറയും, പക്ഷെ ശരിക്കും 1.5% ഉള്ളൂ. സുഹാർ നായർ സാറും വെളിയിൽ 15% എന്ന് പറയും, പക്ഷെ ശരിക്കും 12-13% നായന്മാർ മാത്രമേ കാണൂ. അപ്പോ ഈ വ്യത്യസ്ത കമ്മ്യൂണിറ്റീസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യയുടെ ഇലക്ഷൻ. ഇത് സത്യസന്ധമായി മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമില്ല. അവിടെയാണ് നരേന്ദ്രമോദിജി, അദ്ദേഹത്തിന് RSS ബാക്ക്ഗ്രൗണ്ട് ആണ്, പക്ഷെ അദ്ദേഹം പോലും വളരെ സട്ടിലായിട്ട് ഞാനൊരു OBC നേതാവ് കൂടിയാണ് എന്ന് അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് ന്യൂനപക്ഷ ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടാകും ഇത്തവണ, ഉണ്ടായിട്ടുണ്ട് ഇത്തവണ, അത് UDFന് അനുകൂലമാകും ഇത്തവണ. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം, സംസ്ഥാനത്ത് വളരെ ശക്തമായി മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ നായർ മുഖ്യമന്ത്രി ജയിക്കുകയാണെങ്കിൽ അതിന് അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ നന്മയുടെ കടപ്പാട്. ഈ മുസ്ലിമും ക്രിസ്ത്യാനിയും വർക്ക് ചെയ്തത് അവർക്ക് വേണ്ടിയല്ല. അവർ ഒരു നായരായിരിക്കും മുഖ്യമന്ത്രി വരുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി നായർ എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാറിന്റെ പേരെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആവുമായിരുന്നു. പക്ഷേ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, പല പള്ളിയിലച്ചന്മാരും അതിശക്തമായി വിളിച്ച് UDFനും കോൺഗ്രസിനും ക്യാമ്പയിൻ ചെയ്തു. നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. മുസ്ലിം സമൂഹം അങ്ങനെ വോട്ട് ചെയ്ത് നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താ അറിയാമോ? ഇതെല്ലാം മതേതരമാണെന്ന് പറയും, എന്നിട്ട് ക്യാബിനറ്റ് വരുമ്പോൾ നായർ കരയോഗം പോലെ ഇരിക്കും, എന്നിട്ട് അതാണ് മതേതരത്വം എന്നും കൂടെ പറയും. അതാണ് എല്ലാം കഴിഞ്ഞിട്ട് അതും കൂടാണ് സഹിക്കാൻ പറ്റാത്തത്. അതായത് യഥാർത്ഥത്തിൽ നായന്മാരിൽ 40-42% BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. ബാക്കി 30% വെച്ചാണ് LDFന് UDFന് വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ടുഡേസ് ചാണക്യയുടെ കണക്ക്. ബ്രോഡ്ലി അത് ശരിയുമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പണി എന്താ? ശ്രീകുമാർ സാർ അടക്കമുള്ളവരുടെ ജോലി എന്താ? നാളെ നായർ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത് തിരിച്ചു കൊണ്ടുവരണം. ഇത് സത്യസന്ധമായി മനസ്സിലാക്കാതെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദു പാർട്ടി കോൺഗ്രസ് ആണ്. പണ്ടത്തെ ബ്രാഹ്മിൺ ബനിയ പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അവരുടെ ബേസ് പോയത് കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ അടക്കം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. ഈ നെഹ്റുവിയൻ സെക്കുലറിസം കൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നമുക്ക് അളക്കാൻ പറ്റില്ല. അവിടെയാണ് ഗാന്ധിയൻ പ്ലൂറലിസം അല്ലെങ്കിൽ ഗാന്ധിയൻ മതസൗഹാർദ്ദം എന്ന് വരികയും. ഇത്തവണ കേരളത്തിൽ പക്ഷേ ഇത്തവണ ഈ പറയുന്ന ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ കൊണ്ട് UDF അധികാരത്തിൽ വരും, അത് താങ്കൾ പറയുന്നുണ്ടല്ലോ അല്ലേ? അല്ല, പച്ചക്കൂടെ പറയാം. ടുഡേസ് ചാണക്യയുടെ കണക്ക് 60-62% എന്നാണ്. എനിക്ക് തോന്നുന്നില്ല, കുറച്ചുകൂടെ ആണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നിയർലി 70% ഓഫ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെ വോട്ട് ചെയ്താലേ കോൺഗ്രസ് വരൂ. നിയർലി 70% മുസ്ലിം കമ്മ്യൂണിറ്റിയും 65% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും അടിയുറച്ച് UDFന് വോട്ട് ചെയ്ത മാത്രമേ UDF ഒരു 90-85 ടച്ച് ചെയ്യൂ. ഇല്ലെങ്കിൽ ടുഡേസ് ചാണക്യ 75-ന്റെ റേഞ്ചിലാണെങ്കിൽ ഒരു പക്ഷേ 60-65 ആയിരിക്കും. ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഈ നായർ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നായന്മാർ വോട്ട് ചെയ്യൂല. ഈ നായർ വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലോട്ട് വരണ്ടേ? അത് വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ആദ്യം അംഗീകരിക്കണം. ആ പ്രോബ്ലം അംഗീകരിക്കാതെ ഇതെല്ലാം എല്ലാവരുടെയും ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പാവം മുസ്ലിം ലീഗിനെ കൊണ്ട് ത്യാഗം ചെയ്യിക്കും. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കൂല, എക്സ്ട്രാ മന്ത്രിസ്ഥാനം കൊടുക്കൂല. കാര്യം കൊടുത്താൽ നായന്മാർ അടുത്ത ഇലക്ഷൻ നമുക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയും. ഈ രാഷ്ട്രീയ കാപട്യം ആരോട് പറയാനാണ്? അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഏത് സമ്മർദ്ദത്തിനും വഴങ്ങണമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ലല്ല, താങ്കൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഏത് സമ്മർദ്ദത്തിനും വഴങ്ങണം. നേരെ തിരിച്ചല്ല മഞ്ജുഷ, ആലോചിച്ച് നോക്കും. മുസ്ലിം ലീഗിന്റെ മാന്യതയല്ലേ അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാത്തത്? ശരിക്കും ഇതിൽ ഈ UDF മിനിസ്ട്രി വന്നാൽ ഏറ്റവും യോഗ്യത കുഞ്ഞാലിക്കുട്ടി സാറിനല്ലേ മുഖ്യമന്ത്രിയാകാൻ? UDFിലെ ഏറ്റവും തലമുറ ലീഗ് ചോദിക്കില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? ലീഗ് ചോദിക്കില്ല. അല്ല, തങ്ങളടക്കം പാണക്കാട് മുനവർലി തങ്ങളടക്കം ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്, പക്ഷേ ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ലീഗിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ടല്ല, അതൊരു സാമുദായിക സാംസ്കാരിക ആത്മീയ പ്രസ്ഥാനമാണ്. യൂഷ്വൽ രാഷ്ട്രീയക്കാരെ പോലെ പറഞ്ഞു വളർന്ന ശീലമില്ല. ഇനി നേരെ തിരിച്ച് 2-3 നായന്മാരെ ടോപ്പ് ക്യാബിനറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഇത് മഞ്ജുഷ് അറിയാമെന്ന് എനിക്കറിയാം, നാട്ടുകാർ കേൾക്കാൻ പറയുന്ന
ഇങ്ങനെ ഇരുന്ന് എഴുതി കൂട്ടിയാണ് മന്ത്രിസഭ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് എഴുതി കൂട്ടിയാണ് ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് എഴുതി കൂട്ടിയാണ് നമ്മുടെ സ്റ്റാഫിൽ അംഗങ്ങളെ പോലും ഒരു വെക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ് കേട്ടോ. ശ്രീ എൻ ശ്രീകുമാർ എന്നിട്ട് മതേതരത്വം പറയുകയും ചെയ്യും. പെട്ടെന്നൊരു കാര്യം കൂടെ, തുഷാർ വെള്ളാപ്പള്ളി സെൻകുമാർ സാറിനെ DGP ആക്കാൻ വേണ്ടി ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരാളാണ് പോയി സമ്മർദ്ദം ചെലുത്തിയ കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കവട മതേതരത്വം പറയുകയും ചെയ്യും. അതാണ് പ്രശ്നം. ശരി, ശ്രീ എൻ ശ്രീകുമാർ. നോക്കൂ ശ്രീ മഞ്ജുഷേ, രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ പറയണം, അദ്ദേഹം പറഞ്ഞോട്ടെ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് ഞാൻ ഇതുവരെ കാണാത്ത ഒരു വിശേഷണം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടതെന്താണെന്ന് വെച്ചാൽ, സാമുദായിക സംഘടനകൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകം വീക്ഷിക്കുന്നത് NSS, SNDP, പിന്നെ മറ്റേ രൂപതകള്, സഭകള്, അങ്ങനെ വ്യത്യസ്തമായ ഇതൊക്കെയാണ്. പക്ഷെ അതിൽ തന്നെ NSSന്റെയും SNDPയുടെയും പൂർണ്ണ പിന്തുണ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. UDF ഇല്ലാതെ വന്നൊരു തെരഞ്ഞെടുപ്പാണിത്. എന്ന് വെച്ചാൽ അതിന്റെ നേതൃത്വങ്ങളുടെ, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കുക, അണികളുടെ അല്ലല്ലോ. ആ നേതൃത്വങ്ങള് മറ്റേ സുകുമാരൻ നായരുടെ പ്രസ്താവനയും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയൊക്കെ നമ്മൾ പലവട്ടം കണ്ടതാണ്. അത് മാത്രമല്ല, ശബരിമല വിഷയത്തില് ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ കൊടുത്ത സംഘടന പ്രസ്ഥാനമാണ് NSS. അതിനുശേഷം നായർ ഈഴവ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നതൊക്കെ അറിയാം. അതിന് CPM പിന്തുണച്ചത് അറിയാം. അയ്യപ്പ സംഗമത്തിലെ പങ്കെടുത്തവരുടെ കാര്യം നമുക്കറിയാം. ഇതെല്ലാം ഉണ്ടായിട്ടും ഡിസംബറിലെ തെരഞ്ഞെടുപ്പില് UDFന് വൻപിച്ച ഭൂരിപക്ഷം കിട്ടി. അതിനർത്ഥം എന്താ വെച്ചാൽ സമുദായത്തിലെ അംഗങ്ങൾ മതേതരമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJPയോ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അവരുടെ ഭരണം കൊള്ളില്ല, അതുകൊണ്ട് അവരെ മാറ്റുക. അടുത്തത് UDF ആണ് അധികാരത്തിൽ വരാൻ സാധ്യത, അതുകൊണ്ട് അവരെ ജയിപ്പിക്കുക. BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, ഹൈന്ദവ വികാരത്തെക്കുറിച്ച് പറയുകയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വന്നപ്പോൾ ഒരു വളരെ മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്ത് മാറി നിന്ന ഒരു സ്വഭാവം BJP കാണിച്ചു. യുവതീ പ്രവേശനമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ ഈശ്വറിന് വ്യക്തമായിട്ട് അറിയാതെ. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് എന്റെ ഒരു പുതിയ നിരീക്ഷണമാണത്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതൊരു മതേതര കാഴ്ചപ്പാടോടെ വോട്ടർമാർ എന്ന രീതിയിൽ എല്ലാ വോട്ടർമാർക്കും ഒറ്റ ചിന്തയുണ്ടായിരുന്നല്ലോ, ഭരണം മാറണം. അല്ല, അത് ഏത് രീതിയിലാണെങ്കിലും ഭരണം മാറുക എന്നുള്ളതാണ്. അങ്ങനെ ഭരണം മാറുക എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഒരു നല്ല വിജയം കോൺഗ്രസിനും UDFനും കിട്ടിയത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള തെളിവുകളാണ്. നമ്മൾ വേറെ അന്വേഷിച്ചു പോകുന്നത്. ശരി, താങ്കൾ ആ പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. ശരി, താങ്കളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ CB സത്യൻ, അതായത് ഭരണവിരുദ്ധ വികാരം, ഭരണം മാറണം, അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം, അതാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് 4-ാം തീയതി വെളിവാവുകയും ചെയ്യും. അതല്ലാതെ അവിടെ ഒരു ഈ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള വേർതിരിവ് അതിൽ കൊടുക്കരുതെന്നാണ് ശ്രീ എൻ ശ്രീകുമാറിന്റെ വാദം. അതായത് UDF ജയിച്ചാൽ അത് ന്യൂനപക്ഷ കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് മുസ്ലിം കൺസോളിഡേഷൻ എന്ന കാര്യം പറയരുതെന്ന്. മഞ്ജുഷേ, നമ്മൾ കേരള രാഷ്ട്രീയത്തിനെ ഇനി എത്ര സറ്റിലായിട്ട് നോക്കി കണ്ടാലും, എത്ര മാന്യമായിട്ടുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ജീവികളാണ് എന്ന് സ്വയം അവകാശപ്പെട്ടാലും, ജാതിയും മതവും ഒക്കെ അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കേരളത്തിൻ്റെത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറഞ്ഞതുപോലെ NSS, അതായത് നായർ വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായി യാതൊരു സ്വാധീനവുമില്ലാത്ത NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും, ഈഴവ വിഭാഗങ്ങളിൽ കാര്യമായി യാതൊരു സ്വാധീനവുമില്ലാത്ത SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ഇടവും ബലവും നിന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സുഖിപ്പിക്കുന്നതിന്റെ ഏറ്റവും നല്ല കാരണം പോലും ഈ പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടിയാൽ അവർക്ക് അല്പമെങ്കിലും സ്വാധീനമുള്ള വോട്ടുകൾ പോരുന്നെങ്കിൽ പോരട്ടെ എന്ന വികാരത്തിന്റെ പുറത്തു തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് എന്തൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ജാതിയും മതവും നോക്കി തന്നെ വോട്ട് ചെയ്യുന്ന, വോട്ട് പിടിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ശ്രീകുമാർ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാർ വന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു ട്രാജക്ടറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇലക്ഷനിൽ നമുക്ക് മനസ്സിലാവുന്ന അന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ഏകീകരണം പിണറായി സർക്കാരിന് അനുകൂലമായിട്ട് സംഭവിച്ചു എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ പറഞ്ഞാൽ ഈ വോട്ട് ഷിഫ്റ്റിംഗ് വളരെ രസകരമാണ്. നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഈ ഭൂരിപക്ഷ ഏകീകരണം എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷ ഏകീകരണം ഇല്ല. കാരണം ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ അങ്ങനെ ഈ 14% വോട്ടാണ് BJP സാധാരണ പിടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഹിന്ദുക്കളുടെ ഏതാണ്ട് 26-27% പേര് മാത്രമേ BJPക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ കൃത്യമായിട്ട് അവരവരുടെ പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ലോക്സഭയും നിയമസഭയും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ലോക്സഭയിലേക്ക് എല്ലാവരും ഒന്നിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം BJPക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ശരാശരി ക്രിസ്ത്യാനിയും ശരാശരി മുസ്ലിമും കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെ വോട്ട് ചെയ്യുന്നുണ്ട്.
അത് ആ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിൽ വരുന്നത്. നിയമസഭയിൽ കഴിഞ്ഞ തവണ അതിശക്തമായൊരു പ്രീണന നയം പിണറായി സർക്കാർ പിന്തുടർന്നത് മനഃപൂർവ്വം പിന്തുടർന്നതാണ്. പക്ഷെ അതിന് വലിയൊരു പ്രത്യാഘാതം അവർക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായി. ആ ലോക്സഭാ ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ റിസൾട്ടാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആലപ്പുഴയിലെ റിസൾട്ടിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ കേഡർ വോട്ടുകൾ, അതായത് വയലാറും പുന്നപ്രയും ഉറങ്ങുന്ന ഈ ആലപ്പുഴയിൽ CPM-ന്റെ കേഡർ വോട്ടുകൾ വൻതോതിൽ ഒഴുകി മാറുകയും അത് ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം നിങ്ങൾ കേരളത്തിലെ ലാൻഡ്സ്കേപ്പ് എടുത്ത് നോക്കി, പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ട്വിസ്റ്റ് കാണാം. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് വിജയരാഘവനെയും സജി ചെറിയാനെയും അടക്കമുള്ള ആൾക്കാരെ ഇറക്കിക്കൊണ്ട് വളരെ കൃത്യമായ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു CPM-നെ നമുക്ക് കാണാം. അതിനകത്ത് എന്നാൽ അതിന്റെ ഔദ്യോഗിക നേതൃത്വം ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകളെ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായം പറയുന്ന, അതേസമയം തന്നെ ഇവരെ കൊണ്ട് ഇത്തരം അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുന്ന, അതായത് അവരുടെ കോർ വോട്ടുകൾ, അതായത് CPM-ൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഈഴവ സമുദായത്തിന്റെ കോർ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു റിവേഴ്സ് ശ്രമം CPM-ന്റെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. വെള്ളാപ്പള്ളി നടേശന്റെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ CPM കാണിച്ച നിലപാടും അത് തന്നെയാണ്. അതെ. ഇപ്പൊ എനിക്ക് ഏറ്റവും അതിശയപരമായിട്ട് തോന്നിയത് സത്യത്തിൽ കാര്യമായി ഈ NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് ഈ നായർ സമുദായത്തിനിടയിൽ കാര്യമായി യാതൊരു സ്വാധീനവുമില്ല, പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിലൊന്നും ഒരു സ്വാധീനവുമില്ല. പക്ഷെ അദ്ദേഹത്തെ പോലും ഈ പറഞ്ഞ പോലെ സുഖിപ്പിക്കാനായിട്ട് കേരളത്തിലെ ഇടത് വലത് പാർട്ടികൾ അദ്ദേഹത്തിന്റെ പെരുന്നയിലെ സമാധി സ്മാരക മന്ദിരത്തിന് മുന്നിൽ മണിക്കൂറുകളോളം കാത്തു കിടക്കുകയാണ്. എന്തിനാണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു നേതാക്കന്മാർക്ക് ഒഴിഞ്ഞു നയിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും വളരെ പ്രിഡോമിനന്റ് ആണ് കേരളത്തിലെ. അതിനെ ഒഴിവാക്കിക്കൊണ്ടും അതിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ച സാധ്യമല്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോർ വോട്ടുകൾ നഷ്ടപ്പെട്ട CPM അത് തിരിച്ചു പിടിക്കാനാണ് ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം പ്രീണനത്തിൽ നിന്ന് ഒരു പരിധിവരെ ഒരു കാലഘട്ടത്തിൽ പിൻവാങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനവും ഇതിനകത്തുണ്ടായിട്ടുണ്ട്. വൻതോതിൽ അതിന്റെ ഒരു പ്രതിഫലനം ഈ സംഭവത്തിൽ വരികയും എന്താ പറയുന്നത്, ഈ കൺസോൾട്ടേഷൻ, ഭരണവിരുദ്ധ വികാരവും ഒപ്പം ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി അടക്കമുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു തോന്നലും കൊണ്ട് ഈ തരത്തിലുള്ള ഒരു വലിയ കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് ഈ കൺസോൾട്ടേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് രാഷ്ട്രീയത്തിന്റെ റിസൾട്ടിനെ പറ്റി പറയാൻ പറ്റില്ല. കൺസോൾട്ടേഷൻ ഉണ്ട്. നാളെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആ അധികാരത്തിൽ വരുന്നതിന് പിന്നിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷനും ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, ശ്രീ MS വേണുഗോപാൽ, ഇവിടെ അങ്ങനെ വരികയാണെങ്കിൽ, ഈ കൺസോളിഡേഷൻ വരികയാണെങ്കിൽ UDF-ന് വലിയൊരു വിജയത്തിലേക്ക് പോകുവാനും സാധിക്കും. തൂക്കുസഭയൊന്നും അവിടെ ഒരു കാര്യമായി അങ്ങനെ ഒരു ചർച്ചകളിലേക്കേ പോകേണ്ട ആവശ്യം വരികയില്ല. അതുമാത്രമല്ല, BJP-യുടെ സീറ്റെണ്ണവും കുറയും. കാരണം ഈ മഞ്ചേശ്വരം, അതുപോലെ തന്നെ കാസർഗോഡ്, പാലക്കാട്, ഇതൊക്കെ UDF-ന്റെ സീറ്റുകളാണ്. അവിടെ ഈ കൺസോളിഡേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും UDF-ന്റെ വിജയമാണ്. അവിടെ പിന്നെ BJP-ക്ക് എവിടെ സീറ്റ്? ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ള അവസരം തരണം. ഇവിടെ നടന്ന ഒരു ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ കാര്യം കൂടെ പറയാൻ അവസരമാണ്. ഞാൻ ആദ്യം നിങ്ങളുടെ ക്വസ്റ്റിന് ഉത്തരം പറയാം. താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. ഇവിടെ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞതും കറക്റ്റാണ്. ആ വിധത്തിൽ ഒരു 78 മണ്ഡലങ്ങൾ ഞാൻ നോക്കിയപ്പോൾ അവിടെയെല്ലാം 80% മേൽ വോട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല, വോട്ടിംഗ് പെർസെൻറ്റേജും പോൾ ചെയ്തതും വളരെ കൂടുതലാണ്. ആ പ്രദേശങ്ങളിൽ ഞാനത് കണക്കാക്കിയത് ഒരു 65 സീറ്റെങ്കിലും പിന്നെ കോൺഗ്രസിന് കിട്ടും, അല്ലെങ്കിൽ UDF-ന് കിട്ടും. ബാക്കി വരുന്ന 62-ൽ ഒരു 20 സീറ്റും കൂടെ കിട്ടാൻ യാതൊരു സംശയവും ഇല്ലാതെ കിട്ടും. അങ്ങനെ ഒരു 80-85 സീറ്റിൽ ഇത്തവണ UDF അധികാരത്തിൽ വരും. അതിന് സംശയമില്ല. 80 സീറ്റ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. എന്ത് സംഭവം, ഒരു തൂക്കും ഇവിടെ വരാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്, ഇവിടെ വർഗീയതയില്ല എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പണ്ട് നമ്മുടെ വർഗീയത നമ്മളെ ജാതീയതയും വർഗീയതയൊക്കെ പറഞ്ഞിരുന്നത് അൺടച്ചബിലിറ്റിയിലായിരുന്നെങ്കിൽ, തൊലിപ്പുറത്തായിരുന്നെങ്കിൽ, ഇന്ന് അത് തലയ്ക്കകത്താണ്, മനസ്സിനകത്താണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ 1957 മുതൽ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്നു. എന്തുകൊണ്ട് പിന്നെ സുകുമാരൻ നായർക്ക് വോട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞാൽ വോട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ക്രിസ്ത്യൻ സഭകൾക്കും മുസ്ലിം സംഘടനകൾക്കും അവരുടെ വോട്ട് ബാങ്കുകൾ നിലനിർത്താൻ അറിയാമായിരുന്നു. ഹിന്ദുക്കൾക്ക് അത്തരത്തിൽ വോട്ട് ബാങ്കുകൾ നിലനിർത്താൻ NSS-ന് അതറിയില്ല. NSS-ൽ സുകുമാരൻ നായർക്ക് സ്വാധീനമില്ലെന്നും പറയരുത്. സുകുമാരൻ നായർക്ക് ഈ കേരളത്തിലെ ഏതാണ്ട് ഒരു വലിയ വിഭാഗം NSS-കാരുടെ ഇടയിൽ സ്വാധീനമുണ്ട്. പക്ഷേ അദ്ദേഹം ജാതീയമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ അവരനുകൂലിക്കും. പക്ഷേ വോട്ട് രാഷ്ട്രീയമായിട്ട് ഇന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ആ വോട്ട് ബാങ്കുകൾ അങ്ങനെ സൃഷ്ടിക്കാൻ ഇന്നേ വരെ NSS തയ്യാറായിട്ടില്ല. ഇത് തന്നെയാണ് SNDPയുടെ അവസ്ഥ. SNDPയുടെ ജാതിപരമായിട്ട് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്നിടത്ത് അവിടുത്തെ ഭൂരിഭാഗം ഈഴവരും നിൽക്കും. പക്ഷേ അവരോട് നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരും രാഷ്ട്രീയമായി അവരെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയാണ് ബുദ്ധിപൂർവ്വം കരുണാകരൻ 70കളിൽ NSSനോട് SNDP ഉണ്ടാക്കാനും NSSനോട് NDP ഉണ്ടാക്കാനും SNDPയോട് SRP ഉണ്ടാക്കാനും പറഞ്ഞത്. അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് നല്ലപോലെ ഉണ്ടായി. കഴിഞ്ഞ UDF അത് കുറേ നാൾ മുതലാക്കി. പക്ഷേ ഈ സംഘടനകൾ വളരെ പരാജയപ്പെടുകയും ചെയ്തു. അത് പരാജയപ്പെട്ടതല്ല, പരാജയപ്പെടുത്തിയതാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്ന് പരാജയപ്പെടുത്തിയാണ്. കാരണം ഇങ്ങനെ ഒരു വോട്ട് ബാങ്ക് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിശ്ചയിക്കുന്നിടത്തേക്ക് സാധനം പോകും. 7 സീറ്റും കിട്ടിയ സന്ദർഭമുണ്ട് NDPക്ക്. ആ NDP അങ്ങനെ നിന്നാൽ കോൺഗ്രസിന് പോലും ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. 25 ലക്ഷം പേരെയാണ് കിടങ്ങൂർ തിരുവനന്തപുരത്ത് ജാഥയ്ക്ക് വെച്ചത്. അന്ന് കരുണാകരൻ തീരുമാനിച്ചു ഇത് ശരിയല്ല, ഈ വോട്ട് ബാങ്ക് വേണ്ട, നമുക്ക് ഇവരെ തട്ടിക്കളിച്ചാൽ മതിയെന്ന്. അന്ന് മുതലാണ് സമദൂരം എന്നൊരു മുദ്രാവാക്യത്തിലേക്ക് കൊണ്ട് അതിനുശേഷം സമദൂരം എന്ന മുദ്രാവാക്യത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ചെന്ന് NSSനെ എത്തിക്കുകയും അതേ കാര്യം പറഞ്ഞ് SNDPയും SRPയെ പിരിച്ചുവിടുകയും ചെയ്തു. ഇത് എന്നിട്ട് ഈ നേതാക്കളെ മാത്രം പ്രീണിപ്പിച്ച് നിർത്തുന്ന ഒരു ടെക്നിക്ക് കൊണ്ട് രാഷ്ട്രീയ കളി നടത്തിക്കൊണ്ട് വന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾ സംഘടിതരായിരുന്നില്ല. ഈ ഒരു ദൗർബല്യം ഇവിടെ നിന്നത് മുതലെടുത്തുകൊണ്ടാണ് BJP ഇവിടെ വന്നത്. BJP 14% 17% പിടിക്കുന്നതിലൊന്നും കാര്യമാക്കേണ്ട. ഇത് വരുന്ന നാളുകളിൽ അവർ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയാണ്. അത് കൂടിക്കൂടി വരും. ഇപ്പോൾ അതിനുള്ള പക്വതയുള്ള നേതാക്കൾ അവരിൽ കുറവാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയമായി വിരുദ്ധതയും പിണറായി വിരുദ്ധതയുമാണ് പ്രകടമാകുന്നതെങ്കിൽ BJPക്ക് പക്ഷേ ഈ പറയുന്ന പോലെ 15-നപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ശതമാനം അല്ല, ഇതിവിടെ പിണറായി വിരുദ്ധത വലിയ തോതിലുണ്ട്. അത് യാതൊരു സംശയവുമില്ല. അത് ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല, എല്ലാവരിലും അത് ബാധിച്ചിട്ടുണ്ട്. ആ പിണറായി വിരുദ്ധത വരാതിരിക്കാനായിട്ട് സ്റ്റാലിൻ ചെയ്ത പോലെ ഒരു ടെക്നിക്ക് ഇവിടെ CPM ചെയ്തില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. കുറേ പേരെയെങ്കിലും മാറ്റേണ്ടതായിരുന്നു, കുറേ മന്ത്രിമാരെയെങ്കിലും മാറ്റേണ്ടതായിരുന്നു. പിന്നെ താൻ മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു ത്രിശങ്കുവിൽ പിണറായി വിജയന് നിൽക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ പുതിയ ലീഡേഴ്സിനെ വന്നേക്കാം എന്നൊരു സൂചന പോലും കൊടുത്തുകൊണ്ടൊരു രാഷ്ട്രീയ ഗിമ്മിക്ക് കാണിക്കാൻ പോലും അവർ തയ്യാറായില്ല. അതിൻ്റെ കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ അങ്ങനെയാണ്. താഴെത്തട്ടിൽ പാർട്ടിയിൽ നിന്ന് വന്ന നിർദ്ദേശവും നമ്മൾ പാട്ടും പാടി ജയിക്കും. അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടും അത് തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ തുടങ്ങി അവസാനം ഈ നേരിട്ട് ഈ ഡീൽ എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിലേക്ക് ഈ മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരുവാനും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അത് വലിയ തോതിൽ അത് മാത്രമല്ല, ഈ അയ്യപ്പ സംഗമവും അപ്പുറത്ത് പലസ്തീൻ സംഗമവും നടത്തി അതൊരു ഗിമ്മിക്കാണെന്ന് രണ്ടു കൂട്ടർക്ക് മനസ്സിലായത് മുസ്ലിം LDFന്റെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അടിത്തറ ഇളക്കുന്ന ഒരു സംഗതിയായിപ്പോയി. ഇതെല്ലാം മുതലാക്കാനായിട്ട് കഴിയുകയും പിണറായി വിരുദ്ധത ശക്തമായിട്ട് UDFന് ഉപയോഗിക്കാനും കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് UDF ജയിച്ചു കേട്ടോ ഈ ചർച്ച പോകുന്നത്. ശരി സിബി. അല്ലല്ല, ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. അതായത് ഞാൻ ഇതിനകത്ത് ഒരു സംഭവം വളരെ സിമ്പിൾ ആണ്. ഇത്തവണ പിണറായി വിജയൻ ഒരു പക്ഷേ മത്സരിക്കാതെ മാറി നിന്നിരുന്നെങ്കിൽ LDFന്റെ 3ാം വട്ട തിരിച്ചുവരവ് കുറെ കൂടെ എളുപ്പമാകുമായിരുന്നു എന്നതായിരുന്നു. കാരണം കേരളത്തിൽ LDF വിരുദ്ധതയല്ലായിരുന്നു, പിണറായി വിരുദ്ധതയായിരുന്നു. ആ മുഴുവൻ ജനത്തിന്റെ എന്താ പറയുന്നത് ആ ആന്റി ഇൻകംബൻസി ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചായിരുന്നു. ഒരു പക്ഷെ ആ വ്യക്തിയെ മാറ്റി നിർത്തി പകരം മറ്റൊരു നേതാവ് അദ്ദേഹം മത്സരിക്കാതിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ UDFനും കൃത്യമായിട്ടൊരു എന്താ പറയുക അറ്റാക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാവുന്നില്ലായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടാക്കുമായിരുന്നു. മാത്രമല്ല നിലവിൽ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു തരംഗമുണ്ടോ ഇല്ലയോ, ഒരു തരംഗം ഉണ്ടായാൽ മാത്രമേ സാധാരണഗതിയിൽ UDFന് നിലവിലെ സാഹചര്യത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ ഇല്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കൂ, 62 സീറ്റുകൾ കണ്ണുമടച്ച് ജയിക്കാനുള്ള സാധ്യത LDFന് കേരളത്തിലുണ്ട്, ഏത് ദിവസവും ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ തരംഗം ഉണ്ടായാൽ മാത്രമേ ഈ 62 താഴോട്ട് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് 10 സീറ്റിന്റെ ഫൈറ്റാണ്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഇത് കട്ടക്കട്ട നിൽക്കുകയാണെങ്കിൽ, അതായത് 72-73 എന്ന നിലയിലാണ് ഇതിന്റെ വിജയം വരുന്നതെങ്കിൽ LDF UDF വിജയിക്കാം. കാരണം 5-6 സീറ്റുകളിൽ 1000, 1000, 1500 വോട്ടിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആരും ഭരണത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിശക്തമായ ഒരു നിശബ്ദ തരംഗം ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ കരുതുന്നത് ആ തരംഗം കേരളത്തിൽ ശക്തമായിട്ടുണ്ടാവുകയും ആ തരംഗത്തിന്റെ ഫലമായിട്ട് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ UDFന് കിട്ടാനുള്ള ഒരു സാധ്യത ഇല്ലാതില്ല.
ആ തരംഗത്തിലാണ് ശക്തമായ പ്രതീക്ഷ. ആ തരംഗം ഉണ്ടായില്ലെങ്കിൽ വലിയ പടിയായിരിക്കും. ശക്തമായ തരംഗമുണ്ട് എന്നുള്ളത് നിലനിൽക്കവേ തന്നെ ആ ശക്തമായ തരംഗം രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് പോയി എന്നുള്ള കാര്യം കൂടെ ശ്രീ സത്യൻ മറന്നു പോരുത്. അതായത് 45% രണ്ടായിട്ട് split ഇപ്പോഴത്തെ ചെയ്ത് കണക്ക് പോകുന്ന പ്രകാരം- മൂന്നോ നാലോ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം ക്ലാരിറ്റി കിട്ടിക്കോട്ടെ. 45% ഇപ്പോൾ UDF കിട്ടുകയും 16-17% BJP കിട്ടുകയും ചെയ്താൽ അത് രണ്ടും ഈ പിണറായി വിരുദ്ധ വികാരങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും തന്നെയാണ്. പക്ഷേ ആ 61-62% പിന്നെ തരംഗമാകണമെങ്കിൽ അങ്ങനെ വന്നില്ല. അതാണ് പ്രശ്നം പറ്റിയത്. കോർ വോട്ടൊക്കെ അതിനകത്ത് വരുമല്ലോ, പുറോട്ട് വരും. പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് ഈ വിരുദ്ധത അതിനകത്തുണ്ടെന്നേ. അത് വരുമ്പോഴാണ് 62%-ഓളം വോട്ട് വരും. 62% വന്നാൽ 110 അപ്പുറം സീറ്റ് പോകും. ആ 62% ഒരിടത്ത് പോളറൈസ് ചെയ്തില്ല. അതാണ് വ്യത്യാസം. ഇതിനു മുമ്പൊക്കെ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ പ്രത്യേകിച്ച് 2006 മുമ്പ് വരെ. നല്ല നിരീക്ഷണമാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ തരംഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2001 കണ്ടത് ഒരു വലിയ തരംഗമായിരുന്നു. അതെ, വലിയ സീറ്റിലേക്ക് UDF 100-ലെത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഒരു തരംഗം വന്നാൽ പോലും അവിടെ സ്പ്ലിറ്റ് ഉണ്ടാകുമെന്നാണ്. അന്ന് BJP നെഗ്ലിജിബിൾ ആയിരുന്നു, ഒരു ഫാക്ടറി ആയിരുന്നില്ല. അല്ല, 2-3 കാര്യങ്ങൾ. തരംഗം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ കോൺഗ്രസിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ വീക്കാണ്. നല്ല ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസ് ഒരു നേതാക്കളുടെ പാർട്ടിയാണ്. പാണക്കാട് തങ്ങൾ വളരെ മനോഹരമായിട്ട്, എനിക്കൊന്ന് സാദിഖലി തങ്ങളാണെന്ന് തോന്നുന്നു, വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ നമ്മുടെ ഒരു പുതിയ മാധ്യമ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയാണ്. കോൺഗ്രസിന് ആ സ്ട്രക്ചർ പറ്റൂല. അതായത് CPM നല്ല കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. BJP യഥാർത്ഥത്തിൽ സെമൈ കൈഡർ നല്ല സ്വഭാവമുള്ള RSSന് ശക്തമായ അടിസ്ഥാനവും സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആണെങ്കിൽ പാണക്കാട് തങ്ങൾ കുടുംബവും അവരുടെ ആത്മീയ അടിസ്ഥാനമുണ്ട്. കോൺഗ്രസിന് പലപ്പോഴും വ്യത്യസ്ത കഴിവുള്ള നേതാക്കൾ, ഏറ്റവും പ്രഗത്ഭരായ വ്യത്യസ്ത രീതിയിൽ വരുന്ന നേതാക്കൾ, ഇവരുടെ കൂടെയുള്ള ആൾക്കാർ, ഈ നേതാക്കളുടെ ഗ്രൂപ്പുകൾ, ഇതാണ് കോൺഗ്രസിന്റെ സമവാക്യം. അത് മനസ്സിലാക്കുന്നതിൽ നമ്മൾ മടി കാണിക്കണ്ട. സത്യങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഭംഗിവൽക്കരിച്ച് ഷുഗർ കോട്ട് ചെയ്ത് പറയാം, പക്ഷെ സത്യം പറയാതിരിക്കണ്ട. ഇപ്പം കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്നത് വർഗീയ ധ്രുവീകരണമല്ല, സാമുദായിക ഏകീകരണമാണ്. അതായത് ഇതിനെ റെയിൻബോ കോalition എന്നോ ബിഗ് ടെന്റ് അപ്രോച്ച് എന്നൊക്കെയാണ് അമേരിക്കയുടെ പൊളിറ്റിക്സിൽ വിളിക്കാറുള്ളത്. ഇപ്പം ട്രംപ് ഭ്രാന്തനാണെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ട്രംപ് യഥാർത്ഥത്തിൽ ജയിക്കുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ, പ്രൊട്ടസ്റ്റന്റ്, വൈറ്റ് വോട്ടുകളിൽ നിന്നാണ്. അതിൽ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് വോട്ട്സിൽ നിന്നാണ്. അതാണ് ട്രംപിന്റെ കോർ വോട്ടുകളായിട്ടുള്ളത്. ഇതേപോലെ ഓരോരുത്തർക്കും അവരുടേതായ കോർ വോട്ടുകളുണ്ട്. ഇപ്പൊ ഒരു അബ്ദുള്ള കുട്ടി നമ്മുടെ BJP BJPയുടെ കോർ വോട്ട് മുസ്ലിം ആണെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? മുസ്ലിം ലീഗിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാ സമുദായങ്ങൾക്കും മുസ്ലിം ലീഗിനെ ഇഷ്ടമാണ്. ബ്രാഹ്മണരാണ് മുസ്ലിം ലീഗിന്റെ കോർ വോട്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഇല്ല. നമ്മളിപ്പോ രാഷ്ട്രീയ സത്യസന്ധത പലപ്പോഴും നമുക്ക് വളരെ കുറവാണ്. രാഷ്ട്രീയ സാമുദായിക സത്യസന്ധത ഈ വിഷയങ്ങളിൽ വേണം. പെട്ടെന്ന് 3 കാര്യങ്ങൾ. BJPയുടെ കോർ വോട്ട് ആരാണ്? സവർണ ഹിന്ദു സമൂഹത്തിലാണ് BJPയുടെ കോർ വോട്ട് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ശബരിമല വിഷയം 2019 എന്താ പറ്റിയത്? ആ സവർണ ഹിന്ദു സമൂഹവും ലാർജർ ഹിന്ദു സമൂഹവും അതിശക്തമായി പ്രതിഷേധിച്ചു. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു, ഒരു മറുപടി കൊടുക്കണമെങ്കിൽ കോൺഗ്രസിന് കൊടുത്താലേ ജയിക്കുകയുള്ളൂ, BJP കൊടുത്താൽ ജയിക്കില്ല. അങ്ങനെയാണ് 19 സീറ്റുകളിലോളം കോൺഗ്രസിന് വലിയൊരു കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം വന്നത്. ഇവിടെ എനിക്ക് ശ്രീകുമാർ സാറിനോട് ഏറ്റവും ആദരവോടെയുള്ള വിമർശനം, അദ്ദേഹം കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള വിമർശനം, ഈ നെഹ്റുവിയൻ സെക്കുലറിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിന്റെ കാലം കഴിഞ്ഞു. നെഹ്റുജി മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്നാണ് വിളിച്ചത്. ആ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇനി അത് അവർക്ക് മതേതരത്വം കൊടുക്കാനായിട്ട് രാഹുൽ ഗാന്ധി വന്നാണെന്നൊന്നും പറയരുത്. രാഹുൽ ഗാന്ധി പോലും അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഇത് സാക്ഷാൽ പ്രധാനമന്ത്രി മോദിജി നോർത്ത് ഇന്ത്യയിൽ പറയുന്നുണ്ട്, എങ്ങോട്ടാ പോയെന്ന് അറിയാമല്ലോ എന്ന്. അതായത് വയനാട് മുസ്ലിം മെജോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം പ്രോമിനന്റ് ആയ സ്ഥലത്തേക്കാണ് രാഹുൽ ഗാന്ധി പോയെന്ന്. ഈ സത്യം നമ്മൾ സത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ കോൺഗ്രസിന് എപ്പോഴെങ്കിലും ഹിന്ദു സ്പേസ് തിരിച്ചു പിടിക്കാൻ കഴിയൂ. കോൺഗ്രസ് ഈ ഹിന്ദു സ്പേസ് തിരിച്ചു പിടിച്ചെങ്കിൽ പറ്റുന്നത് കോൺഗ്രസും BJPയും CPMുമായി 3ആയി ഹിന്ദു സ്പേസ് സ്പ്ലിറ്റ് ആകും. അങ്ങനെ ആകുമ്പോൾ ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഐക്യം ഉണ്ടാവില്ല, നമുക്കൊരു കാര്യവും നേടിയെടുക്കാൻ പലപ്പോഴും പറ്റില്ല. ഇനി ഏതെങ്കിലും കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വരണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭരണാധികാരി വരണം. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അവധിയായി പ്രഖ്യാപിക്കുന്നത് CH മുഹമ്മദ് കോയയാണ്. അതായത് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ വന്നിട്ട് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി എന്താ പറയണേ ലീവായി അവധിയായിട്ട് പോലും ചെയ്തത്. ഈ നായന്മാർ വന്ന എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം കാണുമ്പോൾ ചിരിക്കും. മറ്റേത് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആരും മലപ്പുറത്ത് കണ്ട പരിചയമേ കാണിക്കൂ. കാര്യം ഇല്ലെങ്കിൽ അവർ വർഗീയവാദി എന്ന് കേൾക്കുമെന്ന് വിചാരിക്കും. ഒരിക്കൽ സുമാൻ നായർ സാർ പറഞ്ഞിട്ടുണ്ട്, NSS നായന്മാരാരെങ്കിലും താക്കോൽ സ്ഥാനത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഗുണമൊന്നുമില്ല,
കാര്യം പിന്നീട് അവർ കാണുകയാണെങ്കിൽ മതേതരത്വത്തിന്റെ പേരിൽ നമ്മൾ ഇന്ന് മാറി നിൽക്കും. അപ്പൊ നമ്മൾ ഈ ഹിന്ദുക്കൾ ഈ കള്ളത്തരം അവസാനിപ്പിക്കണം. ഈ രാഷ്ട്രീയ സത്യസന്ധത ഇല്ലാത്തതാണ് നമ്മൾ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം. പൊളിറ്റിക്കലി ഓണസ്റ്റ് ആയി ഇത് ഒരുമിപ്പിച്ചല്ലേ ജയിക്കാൻ പറ്റൂ. ഇത് BJPക്ക് ആക്റ്റീവായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ രാജീവ് ചന്ദ്രശേഖർജി ഛത്തീസ്ഗഡിൽ പോയി ആ ജയിലിന്റെ മുമ്പിൽ കാത്തു നിന്ന് ആ കന്യാസ്ത്രീയെ വിളിച്ചോണ്ട് മദർ സുപ്പീരിയറിനെ വിളിച്ചോണ്ട് ജയിലിൽ പോയി തിരിച്ച് കന്യാസ്ത്രീമാരെ സ്വന്തം കാറിൽ അവിടെ തിരിച്ചു കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ അത് വേറെ. അതോടൊപ്പം അതിനൊരു പൊളിറ്റിക്കൽ കാൽക്കുലേഷനും ഇല്ലേ. ഇത് സത്യസന്ധ നമുക്ക് ചെയ്യുന്നതിന് പകരം ഈ വളഞ്ഞു കിട്ടി ഇങ്ങനെ തൊടുന്നതിന് പകരം ഇങ്ങനെ തൊടുന്നതിന് എന്തർത്ഥമാണ്? അതുകൊണ്ട് BJPക്കും കോൺഗ്രസിനും ഒരു സ്പേസ് ആണ്. ഒരു വരി ഞാൻ നിർത്താം. അത് ലീഡർ കരുണാകരന്റെ സ്പേസ് ആണ്. ലീഡർ കരുണാകരൻ നിർമ്മിച്ചെടുത്ത ഇടത് വിരുദ്ധ സാമുദായിക സ്വത്വങ്ങളുടെ കൂട്ടായ്മയാണ് UDF. ആ സ്പേസ് ആർക്ക് നന്നായി പിടിക്കാൻ പറ്റുമോ അത് കോൺഗ്രസിന് പിടിക്കാൻ പറ്റുമെങ്കിൽ കോൺഗ്രസ് ജയിക്കും. നാളെ BJPക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ BJP ജയിക്കും. താങ്കളുടെ പ്രവചനം വന്നില്ല ഇത്തവണ. എങ്ങനെയാണ് താങ്കളുടെ പ്രവചനം? എങ്ങനെയാണ്? എനിക്ക് റിയലിസ്റ്റിക്കലി 75 മുതൽ 80 കോൺഗ്രസിന് തോന്നുള്ളൂ. കൂടുതൽ കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ 75-80 എനിക്ക് തോന്നുന്നത്. കൂടുതൽ കിട്ടിയാൽ സന്തോഷം. പക്ഷെ 75-80 ആയിരിക്കും അവർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത. അത് ഈ സംവിധാനത്തിന്റെ കൺസോൾട്ടേഷൻ ആണ്. കാര്യം BJPയിൽ ഒരുപാട് 40 ടുഡേസ് ചാണക്യ പ്രകാരം 40-42% നായർ സമൂഹം BJPക്കാണ് വോട്ട് ചെയ്തത്. ശരിക്കും കഴിഞ്ഞ 2019 തിരിച്ചായിരുന്നു. ആ 15% നായന്മാരെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മതേതരത്വത്തിന്റെ പുറകെ പോയി ഉള്ള ക്രിസ്ത്യൻ മുസ്ലിം നായർ വോട്ടുകൾ ഇല്ലാതാക്കുന്നത് മാത്രമേ കോൺഗ്രസിനോട് പറയാനുള്ളൂ. BJPയുടെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? BJPക്ക് 2-3 സ്ഥലങ്ങളിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഒന്ന് നിയമം രാജീവ് ചന്ദ്രശേഖർജി വളരെ സ്ട്രോങ് ആണ്. എന്റെ ധാരണ ശരിയാണെങ്കിൽ നിയമത്തും 10-15% 15% ഓർമ്മ മുസ്ലിം സമൂഹത്തിന്റെ ശക്തമായ വോട്ടുണ്ട്. അത് നമ്മുടെ ശബരി പിടിക്കുകയാണെങ്കിൽ ശബരി പിടിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി ജയിക്കാനാണ് ചാൻസ്. പണ്ട് ഈ നിയമത്ത് വീക്കായ കണ്ണേനെ നിർത്തുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും. വട്ടിയൂർക്കാവിൽ എന്താ സംഭവിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും നായർ മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. 2 നായന്മാർ നിൽക്കുമ്പോൾ അവരുടെ വോട്ട് സ്പ്ലിറ്റ് ആയി പോകും. നമ്മൾ വർഗീയത എന്ന് പറഞ്ഞാൽ അപരമത വിദ്വേഷമാണ്. സാമുദായിക എന്ന് പറഞ്ഞാൽ സ്വസമുദായ സ്നേഹമാണ്. കേരള കോൺഗ്രസിനുള്ളത് സാമുദായികതയാണ്. മുസ്ലിം ലീഗിനുള്ളത് സാമുദായികതയാണ്. ഈ സാമുദായികത നല്ലതാണ്, തെറ്റല്ല. ഗാന്ധിജി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. പക്ഷേ കപട മതേതരത്വവും വർഗീയതയും വേണ്ട. വർഗീയത എന്ന് പറഞ്ഞാൽ അപരമത ദ്വേഷം. അപ്പൊ യഥാർത്ഥത്തിൽ നായർ ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിലോ പിന്നീട് RSS ദശാബ്ദങ്ങളായി പണിയെടുത്ത ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളിൽ വർക്ക് ചെയ്തോ ആണ് BJPക്ക് ജയിക്കാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നിയമത്ത് ചാൻസ് ഉണ്ട്. എനിക്ക് രമേശ് കൃഷ്ണാറെഡ്ഡി ഇഷ്ടമാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻജി ഒരു ഗംഭീര ക്യാമ്പയിനറാണ്. ശോഭാ സുരേന്ദ്രൻജിക്ക് ചാൻസ് ഉണ്ട്. സുരേന്ദ്രൻജിക്ക് അങ്ങ് നേരത്തെ കൃത്യമായ കണക്ക് പറഞ്ഞ പോലെ അവിടെ നെക്ക് ടു നെക്കാണ് ഒരുപാട് കാലങ്ങളായിട്ട്. എങ്ങനെ വരുമെന്ന് അറിയില്ല. BJPക്ക് ഒരു 3 to 5 സീറ്റ്സിൽ വളരെ സ്ട്രോങ് ഫൈറ്റ് ഉണ്ടാകും. ഇപ്പൊ ഈ ശ്രീധരൻ സാർ നേരത്തെ പറഞ്ഞ് വളരെ കറക്റ്റാണ്. ശ്രീധരൻ സാറിന് വലിയ അപ്പീലുണ്ട്. ഷാഫി എന്ന യുവ പ്രതിഭ ഉള്ളതുകൊണ്ട് മാത്രമാണ്. വേറെ ഒരുപക്ഷെ കേരളത്തിൽ ആരും നിന്നിരുന്നെങ്കിലും ഈ ശ്രീധരൻ സാർ ജയിക്കുമായിരുന്നു. ഇങ്ങനെ കുറെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഈ ശ്രീധരൻ സാർ ജയിക്കണം. ഷാഫിയുടെ സുഹൃത്താണ്. പക്ഷേ ശ്രീധരൻ സാർ ജയിച്ചപ്പോൾ തോറ്റപ്പം വല്ലാത്ത മനോവിഷമം എനിക്കുണ്ടായി. വട്ടിയൂർക്കാവ് താങ്കളുടെ പറഞ്ഞു നിർത്തിയിരുന്നു. എന്താണ് വട്ടിയൂർക്കാവിന് എന്താണ് താങ്കളുടെ ഒരു പ്രത്യേകതയെ കാണുന്നത്? വട്ടിയൂർക്കാവ് കേരളത്തിലെ ഏറ്റവും നായർ പ്രോമിനന്റ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. വട്ടിയൂർക്കാവിന്റെ അതാണ്. പക്ഷെ വട്ടിയൂർക്കാവിൽ 2 നായർ കോൺഗ്രസിനും BJPക്കും വേണ്ടി നിൽക്കുമ്പോൾ നായർ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും. അങ്ങനെയാണ് മുമ്പ് വട്ടിയൂർക്കാവ്, എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിലാണ് ഓർമ്മ. അവിടെ വന്നപ്പോൾ NSS ഞങ്ങളുടെ ഇവിടെ വിജയിപ്പിക്കും തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ഒരു കൗണ്ടർ നായർ കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായി. യഥാർത്ഥത്തിൽ ശ്രീകുമാർ സാറിനെ വെച്ച് ഞാൻ പറയുകയാണെ, ശ്രീകുമാർ സാറിനെ പോലെ പരിണിതപ്രജ്ഞരും കോൺഗ്രസും ചെയ്യേണ്ടത് ഈ സമുദായങ്ങളെ ഒന്നിച്ച് ഒരു നൂലിരയിലേക്ക് ഒരുമിപ്പിക്കാനാണ്. ലീഡർ കരുണാകരൻ അതല്ലേ ചെയ്തത്? കരുണാകരൻ സാർ യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? ഈ കോൺഗ്രസിന്റെ ചരിത്രപരമായ പരാജയത്തിന്റെ ഘട്ടത്തിൽ നിന്ന് ഇടതുപക്ഷ മതേതര മുന്നണിയിൽ നിന്ന് വിഭിന്നമായി സമുദായങ്ങളെ NDP, SRP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസിന്റെ കോർ വോട്ടുകൾ ഇവരെ ഒന്നിച്ചൊരു പുതിയ കാര്യം തുടങ്ങി. മന്നത്താചാര്യന്റെ കാലത്ത് മന്നത്തും ആർശങ്കറും ഹിന്ദു മഹാമണ്ഡലം തുടങ്ങി. പക്ഷെ മന്നത്താചാര്യൻ വലിയൊരു മതസൗഹാർദ്ദവാദിയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിലേക്കും മുസ്ലിം സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതാണ്. കിടങ്ങൂർ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. കിടങ്ങൂർ അടക്കം ഒരു പവർ സെന്ററിനെ യഥാർത്ഥത്തിൽ കരുണാകരൻ സാർ കൂടെ നിർത്തുകയാണ് വേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ ഹൈക്കമ്മീഷണറായിട്ട് അയച്ചു. കേരള രാഷ്ട്രീയം സത്യസന്ധമായിട്ട് അനലൈസ് ചെയ്യുന്ന ആർക്കും മനസ്സിലാകുന്ന പാഠങ്ങളാണിത്. നമ്മൾ വരും തലമുറയോട് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. പകരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എന്ന ഫോർമുല കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയും. പക്ഷെ കഴിയണമെങ്കിൽ അവർക്ക് രാഷ്ട്രീയ സത്യസന്ധത വേണം. കണ്ണടച്ചിരുട്ടാക്കി മതേതരത്വം മറുപടി നടക്കില്ല. ജയിച്ചാലും രാഷ്ട്രീയ സത്യസന്ധത ഇല്ലാത്ത വിജയം അല്ലേ? അല്ല, ശ്രീ രാഹുൽ ഈശ്വറൊക്കെ ഇവിടെ പറയുന്നത് ഒക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഈ ഹിന്ദുക്കളിലെ നായന്മാര് കൂടുതലും വട്ടിയൂർക്കാവിലായതുകൊണ്ട് അവിടെ NSSന്റെ നിലപാടിന് എതിരായിട്ട് ഒരു വിഭാഗം നായന്മാർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ രാഷ്ട്രീയം വ്യക്തമാണല്ലോ.
അതിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വന്നല്ലോ, കോൺഗ്രസ് രാഷ്ട്രീയം വന്നല്ലോ. അത് തന്നെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഭൂരിപക്ഷം നായർ സമുദായത്തിലെ കോൺഗ്രസിനോട് താല്പര്യമുള്ള നായന്മാർ കോൺഗ്രസിന് വോട്ട് ചെയ്യും, മറ്റുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യും. ഇവിടെ അത് നമ്മളിത് പഴയ കാലം കരുണാകരന്റെ കാലമല്ലല്ലോ ഇത്. കരുണാകരൻ SNDPയും SRPയും അതുപോലെ NDP ഒക്കെ രൂപീകരിക്കാൻ പറഞ്ഞ കാലഘട്ടത്തില് അതിൻ്റെതായ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു. നാരായണ പണിക്കരാണ് ജനറൽ സെക്രട്ടറി. അക്കാലത്ത് അതിൻ്റെതായ ഗുണം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം പോയ ശേഷം BJPയും കൂടി രംഗത്ത് വന്നൊരു പുതിയ രാഷ്ട്രീയം വന്നു. ആ BJP ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്ന രീതിയിൽ ഒരു പ്രചാരണം നൽകി. പക്ഷെ അവര് ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി കൈയെടുക്കാൻ വേണ്ടിയിട്ട് അവര് മറ്റേ ഈസ്റ്ററിന് അവരെ കേക്കുമായിട്ട് കാർബനെ പോയി. പിന്നീട് ഒരുപാട് വിഷയങ്ങൾ വന്നാൽ തെറ്റിപ്പോയി. അങ്ങനെയൊക്കെ രാഷ്ട്രീയം മാറിപ്പോയി. പഴയകാല രാഷ്ട്രീയത്തിന് തിരിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ നെഹ്റുവിയൻ കാഴ്ചപ്പാടിന് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉള്ളത്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ മറ്റേതിനോട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് 1969 പിറന്ന ശേഷമുള്ള ഇന്ദിരാ കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ ഇന്നത്തെ കോൺഗ്രസ്. അപ്പൊ ആ കോൺഗ്രസിന്റെ ഇതുവരെയുള്ള നിലപാടുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ, ഏത് സമുദായ സംഘടനയാണ് മഞ്ജുഷെ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്? ആരെങ്കിലും ശ്രമിച്ചോ? ഇനി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയെന്ന് വിചാരിക്കാം, UDF എത്ര സീറ്റ് കിട്ടുകയോ കിട്ടാതിരിക്കട്ടെയോ അത് LDF വരുമെന്ന് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചുള്ള പൊതു നിഗമനം വെച്ചുകൊണ്ട് ലീഗ് ചോദിക്കുന്നത് കൊടുക്കേണ്ടി വരും. അല്ല, ലീഗ് ചോദിക്കുന്ന കൊടുക്കേണ്ടി വരും. UDFന്റെ ഘടകകക്ഷിയല്ലേ ലീഗ്. 5 മന്ത്രിമാർ ലീഗ് ഉണ്ട്. 5 മന്ത്രിമാർ ലീഗ് ചോദിക്കുക. എന്താ സംശയമുള്ളതില്? അതിലെന്താ സംശയമുള്ളത്? ചിലപ്പോൾ ഒന്ന് കൂടും. ചോദിക്കട്ടെ, അതിലെന്താ തെറ്റ്? ലീഗ് ചോദിക്കണം. നിങ്ങൾ ലീഗ് എന്ന് ചോദിക്കുമ്പോ എന്താ നിങ്ങൾക്ക് എന്താ ഭയം? കോൺഗ്രസ് ഒക്കെ ഇല്ലാത്ത ഭയം നിങ്ങൾക്ക് എന്തിനാ? മുസ്ലിം ലീഗ് അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് അല്ലേ? അബുക്കാദർ കുട്ടനെയൊക്കെ ഉപമുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് അല്ലേ? CH വീണ്ടും ഉപമുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് അല്ലേ? എന്താ പേടി? എന്തിനാ? ലീഗ് ചോദിക്കുമ്പോൾ ലീഗ് കൊടുക്കും. അത് പിണറായി വിജയന്റെ തന്ത്രമാണ്. ലീഗാണ് KPC പ്രസിഡന്റ് തീരുമാനിക്കുന്നത് പറഞ്ഞല്ലോ. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയും കേട്ടോ. ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയും. അല്ല, ജമാഅത്തെ ഇസ്ലാമി ആരുടെ പേര് പറഞ്ഞാലും ജനം വിശ്വസിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായല്ലോ. പഞ്ചായത്ത് ഇലക്ഷനാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സർവേ. ആ സർവേ ആണ് ഞാൻ ഫോളോ ചെയ്യുന്ന സർവേ. ആ സർവേ പ്രകാരം UDF അധികാരത്തിൽ വന്നു. UDF ഇതാ വീണ്ടും അധികാരത്തിൽ വരുന്ന പ്രവചനം വരുന്നു. അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് എനിക്ക് സമയമില്ല മഞ്ജുഷയ്ക്ക് വേറൊരു ചാനലിൽ പോകണം, എന്നാലും 2 മിനിറ്റ് കൊണ്ട് പറയാം. അതായത് നമ്മുടെ ഈ 2000 മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ലോക്സഭയിലേക്ക് ജയിച്ച CPM 18 സീറ്റോളം CPM 2 സീറ്റാണ് കോൺഗ്രസിനെ കണ്ട് കിട്ടിയത്. അത് ലീഗിനാണ് കിട്ടിയത്. അറിയാമല്ലോ, ആന്റണി രാജിവെച്ചാൽ അറിയാമല്ലോ. അപ്പൊ അന്ന് കേന്ദ്രത്തിലേക്ക് കോൺഗ്രസിനെ ജയിപ്പിച്ചില്ലല്ലോ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? കേരളത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കുന്നതും ഒക്കെ ഇവിടുത്തെ വോട്ടർമാരാണ്. അവർക്കിടയിലെ രാഷ്ട്രീയമായി നല്ല ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി വെച്ചപ്പോ എന്താ പറഞ്ഞത്? ക്രിസ്ത്യൻ വോട്ട് മുഴുവൻ സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഏകീകരണം BJPക്കൊപ്പം പോയോ? എന്താ മറ്റുള്ള മണ്ഡലങ്ങളിൽ എന്താ പോകാതിരുന്നേ? കാരണം സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിനോട് താല്പര്യം വന്ന് കാണും. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ കോമൺ ആയിട്ടൊന്നും എടുക്കണ്ട. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിലൊക്കെ വ്യത്യാസം വരും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: BJPക്ക് 11 സീറ്റുകൾ പോലും നൽകി എക്സിറ്റ് പോളുകൾ. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവർ 36%, അല്ലാത്തവർ 61%. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.